നമസ്കാരം. പറയാനുണ്ട് തൃശ്ശൂരിലേക്ക് സ്വാഗതം. ജില്ലയിലെ പഞ്ചായത്തുകളിലൂടെയുള്ള TCVയുടെ യാത്ര എത്തി നിൽക്കുന്നത് ചാഴൂർ ഗ്രാമപഞ്ചായത്തിലാണ്. നാട്ടിക നിയോജക മണ്ഡലത്തിൽ തൃശ്ശൂർ താലൂക്കിൽ അന്തിക്കാട് ബ്ലോക്കിലാണ് ചാഴൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 25 ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയുള്ള ഗ്രാമപഞ്ചായത്തിൽ 18 വാർഡുകളാണുള്ളത്. കോൾപ്പാടങ്ങളാൽ ചുറ്റപ്പെട്ട് തീർത്തും കാർഷിക ഗ്രാമമാണ് ചാഴൂര്. ആലപ്പാട് പുള്ള് പോലെയുള്ള ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്ന് സ്ഥിതി ചെയ്യുന്നതും ഈ ചാഴൂർ ഗ്രാമപഞ്ചായത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ വികസന സാധ്യതകൾ പഞ്ചായത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ചാഴൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സ്വപ്നങ്ങളും പദ്ധതികളും ഒക്കെ അറിയേണ്ടതുണ്ട്. അത്തരമൊരു സമഗ്രമായ ചർച്ചയിലേക്ക്. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് CPM പ്രതിനിധി കൂടിയാണ്. ഒപ്പം തന്നെ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് പ്രതിനിധിയുമായ PK ഇബ്രാഹിം എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം തന്നെ പ്രസിഡന്റിലേക്ക് പോകാം. പ്രസിഡന്റ്, നിലവിൽ എങ്ങനെയാണ് പഞ്ചായത്തിൻ്റെ ഒരു അവസ്ഥ? എത്രത്തോളം എത്തി നിൽക്കുന്നു വികസനങ്ങൾ, മറ്റു പ്രവർത്തനങ്ങൾ, പദ്ധതികൾ ഏതുവിധമൊക്കെയായി? ചാഴൂർ പഞ്ചായത്ത് പ്രധാനമായും ഒരു കാർഷിക മേഖലയാണ്. പ്രത്യേകിച്ച് നെൽകൃഷി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ചാഴൂർ പഞ്ചായത്തിലുള്ളത്. അപ്പോൾ നമ്മൾ പ്രധാനമായും നമ്മുടെ പദ്ധതികളിലൊക്കെ തന്നെ ഏറ്റവും അതിൻ്റെ ഊന്നൽ കൊടുക്കുന്നത് കാർഷിക മേഖലയ്ക്ക് വേണ്ടി തന്നെയാണ്. അതിപ്പോൾ ഈ ഒരു കാലയളവെന്ന് മാത്രമല്ല, ഇതിനു മുൻപാണെങ്കിലും. ഇപ്പം ഞങ്ങളുടെ കാലാവധി ഈ 4 വർഷം പിന്നിടുകയാണ്. പക്ഷേ ഇതിന് മുൻപാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പം ഞങ്ങളൊരു തുടർച്ച എന്നുള്ള എനിക്ക് തന്നെ കാർഷിക മേഖലയ്ക്ക് തന്നെയാണ് ഊന്നൽ കൊടുക്കുന്നത്. ഏകദേശം ഫണ്ടിൻ്റെ ഗവൺമെൻറ് നിഷ്കർഷിക്കുന്ന പോലെ മിനിമം 30% സംഖ്യയെങ്കിലും കാർഷിക മേഖലയ്ക്ക് വകയിരുത്തണമെന്നുള്ളതാണ് തീരുമാനം. ഞങ്ങൾ 30% അല്ല, അതിൽ കൂടുതൽ സംഖ്യയും കാർഷിക മേഖലയ്ക്ക് വേണ്ടി വകയിരുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് നെൽകൃഷി മേഖലയിൽ അത് ഉഴവുകൂലിയാണ്. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ഉഴവുകൂലിക്ക് വേണ്ടി തന്നെ വലിയൊരു സംഖ്യ ചെലവ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 56 ലക്ഷത്തോളം രൂപ ഒരു വർഷം ഈ ഉഴവുകൂലി ഇനത്തിൽ തന്നെ പഞ്ചായത്തിൻ്റെ വിഹിതവും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് വിഹിതവുമായിട്ട് നമുക്കിവിടെ കൊടുക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നെൽകൃഷി രംഗത്ത് കുറേ കൂടി ഒരു ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ നല്ല ഇടപെടലാണ് നമ്മുടെ പഞ്ചായത്തിനകത്ത് നടക്കുന്നത്. അതുകൂടാതെ തന്നെ മറ്റ് പച്ചക്കറി കൃഷിയുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് അനുബന്ധമായി വരുന്ന മറ്റ് കാർഷിക മേഖല, ഇപ്പോൾ മൃഗസംരക്ഷണ മേഖലയിലും അതുപോലെ തന്നെ ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മൃഗസംരക്ഷണത്തിന് വേണ്ടി തന്നെ പാല് അളക്കുന്നവർക്ക്, സഹകരണ സംഘങ്ങളിൽ പാൽ അളക്കുന്നവർക്ക് വേണ്ടി അവർക്കൊരു നിശ്ചിത ശതമാനം സംഖ്യ, ഒരു 10 ലക്ഷം രൂപ ഓരോ കൊല്ലത്തിലിപ്പോൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഞങ്ങളുടെ ഈ കാലയളവിൽ തന്നെ ഏകദേശം 10 ലക്ഷത്തോളം രൂപ പഞ്ചായത്ത് പാലിന് സബ്സിഡി ആയിട്ട് കൊടുത്തു വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മൃഗസംരക്ഷണ മേഖലയിലും അതുപോലെ തന്നെ കാർഷിക രംഗത്തും പ്രത്യേകിച്ച് നെൽകൃഷി മേഖലയിലും നാമമാത്രമായ രീതിയിലാണെങ്കിൽ പോലും തെങ്ങ് കൃഷിയുടെ കാര്യത്തിലും ചെറിയ രീതിയിലാണ് നമ്മൾ അതിനു വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു വരുന്നത്. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ ഈ കഴിഞ്ഞ 2 കൊല്ലങ്ങളായിട്ട് പ്രധാനമായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി ഉണ്ട്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട നയം. അതുപോലെ തന്നെ ഈ വരുന്ന മാർച്ച് മാസം 31-ാം തീയതി മാലിന്യമുക്ത നവകേരളം എന്ന പ്രഖ്യാപനം കൂടി നടത്താൻ ഗവൺമെൻറ് പോവുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ ഞങ്ങൾ വളരെ സജീവമായിട്ട് ഈ രംഗത്ത് ഇടപെടുകയാണ്. പഞ്ചായത്തിനകത്ത് അതിദാരിദ്ര്യരായിട്ട് ഉണ്ടായിരുന്നത്, ഞങ്ങൾ സർവേ നടത്തിയപ്പോൾ 34 പേരാണ് ആകെ ഞങ്ങൾ ഉണ്ടായിരുന്നത്. ആ 34 പേരുടെ പ്രശ്നങ്ങളും ഞങ്ങൾ ഇതിനകം തന്നെ പരിഹരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അവസാനമായി ഒരാൾക്ക് വീടില്ലാത്ത ഒരാൾക്ക് ഇപ്പോൾ ഞങ്ങൾ തൽക്കാലം സ്ഥിരമായി തന്നെ വീടുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള അടുത്ത വർഷത്തെ പദ്ധതിയിൽ ഞങ്ങൾ അതിന് വേണ്ടി പദ്ധതി വയ്ക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തൽക്കാലം അദ്ദേഹത്തിന് താമസിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിപ്പിക്കുന്നുണ്ട്. അയാൾക്കുള്ള ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വരുമാനം ഉണ്ടാക്കാൻ കഴിയാവുന്ന വിധത്തിൽ അതിദരിദ്രർക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സഹായങ്ങൾ ഞങ്ങൾ ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. പിന്നെ ഭക്ഷണവും അതുപോലെ തന്നെ മരുന്നിൻ്റെ കാര്യത്തിലും, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ചില ആളുകൾ, കുറച്ച് പേർക്ക് ഭക്ഷണം വാങ്ങാനുള്ള, അതിന് ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയുള്ള ശേഷിയില്ലാത്ത ആളുകളെ കണ്ടെത്തിയിരുന്നു. അവർക്ക് നമ്മൾ കുറച്ച് പേര് സ്പോൺസർ ചെയ്തു. അതിൽ എടുത്ത് പറയേണ്ടത് എന്ന് പറഞ്ഞാൽ 2 സ്കൂളുകൾ, ഈ ഇവിടുത്തെ സെൻറ്റ് ആൻ്റണീസ് സ്കൂള്, അതുപോലെ അസീസിയ എന്ന് പറയുന്ന സ്ഥാപനം, അതുപോലെ തന്നെ ഗോകുലം, ശ്രീ ഗോകുലം സ്കൂളുകളും അവർ ഭക്ഷണത്തിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഇപ്പോൾ അവർ സ്പോൺസർ ചെയ്യുന്നുണ്ട്.
അതല്ലാതെ ഇപ്പം നമ്മളൊരു വീട് മെയിൻ്റനൻസ് വേണ്ട ചില ആളുകളുണ്ട്, താമസയോഗ്യമാക്കുന്നതിന് വേണ്ടി, വീട് താമസയോഗ്യമല്ലാത്ത വീടുകളുണ്ടായിരുന്നു, അവർക്ക് വേണ്ടി അതിനുവേണ്ടിയുള്ള പദ്ധതികളും ഇപ്പം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അതിൻ്റെ അതിദാരിദ്ര്യത്തിൻ്റെ വിഷയത്തിൽ ഏറെക്കുറെ നമ്മൾ അത് സമ്പൂർണ്ണം അവരെ മറ്റേ ദാരിദ്ര്യം ഉന്മൂലനം ഇല്ലാതാക്കുന്നതിന് വേണ്ടി, ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു വിഷയമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാലിന്യമുക്ത നവകേരള പ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള അതിൻ്റെ നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ നേരത്തെ തന്നെ ഹരിതകർമ്മ സേന ഇവിടെ പ്രവർത്തിക്കുന്നതാണ്. നമ്മുടെ കേരളത്തിലാകെയുണ്ട്. ചാഴൂർ പഞ്ചായത്തിലും നല്ല രീതിയിൽ ഒരു 34 പേര് ഹരിതകർമ്മ സേന അംഗങ്ങളുണ്ട്. നമ്മൾ എല്ലാ വാർഡുകളിലും എല്ലാ വീടുകളിലും ചെന്ന് കളക്ട് ചെയ്യാണ് ഇവർ പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ശേഖരിച്ച് കൊണ്ടുവന്ന് അത് തരംതിരിച്ച് നേരത്തെ ക്ലീൻ കേരള കമ്പനിക്കാണ് നൽകിയിരുന്നത്, ഇപ്പോൾ മോവൻ പ്രോ എന്ന് പറയുന്ന മലപ്പുറത്തുള്ള കമ്പനിക്കാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. തരംതിരിക്കുന്നതിന് വേണ്ടിയുള്ള അതിൻ്റെ കൊണ്ട് ഒരു സ്ഥലം അത് ശേഖരിച്ച് വെക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലം നമ്മുടെ പഞ്ചായത്തിനകത്തുണ്ട്. ഏകദേശം ഒരു 50 സെൻറ്റ് സ്ഥലം പഞ്ചായത്തിൻ്റെ തന്നെ ഈ കോലോത്തുംകടവിൽ 11ാം വാർഡിലൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു MCF ഉണ്ട്. ഏകദേശം 2500-3000 സ്ക്വയർ ഫീറ്റിൽ നമ്മളൊരു MCF നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ അത് കൊണ്ടുവന്ന് തരംതിരിച്ച് ഈ കമ്പനികൾക്ക് നൽകുന്ന രീതിയിലാണ് തരംതിരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ലെഗസി ആയിട്ട് വരുന്ന മാലിന്യങ്ങളുണ്ട്. ലെഗസി മാലിന്യങ്ങൾ നൽകുന്ന അതും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ആവശ്യമായ വിധത്തിൽ സംവിധാനമുണ്ട്. വലിയൊരു സംഖ്യ അതിനു വേണ്ടി ഞങ്ങൾ പഞ്ചായത്ത് ചെലവ് ചെയ്യുന്നുണ്ട്. ലക്ഷക്കണക്കിന് രൂപയാണ് ലെഗസി മാലിന്യങ്ങൾ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി അത് കൂടാതെ നമ്മൾ ഇപ്പോഴത്തെ അതിൻ്റെ പ്രസൻറ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാം ഈ വർഷത്തെ പദ്ധതിയിൽ തന്നെ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ എല്ലാ വാർഡുകളിലും ഇനി MCF ഉണ്ടാക്കണമെന്നാണ് തീരുമാനിച്ചത്. കുറച്ചും കൂടി വികേന്ദ്രീകൃതമായി ഈ മാലിന്യ ശേഖരണത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെ മിനി MCFകൾ ഇപ്പോൾ അത് ഞങ്ങൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വാർഡിലേക്ക് എത്തിയിട്ടില്ല. സ്ഥലം നമ്മളൊരു പൊതു സ്ഥലം വേണമെന്നുള്ളൊരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ ചില വിഷയങ്ങളുണ്ടെങ്കിലും കുറേ ഇപ്പോൾ ഞങ്ങൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ബോട്ടിൽ ബൂത്തുകൾ. നമുക്കറിയാം പ്ലാസ്റ്റിക്കിൻ്റെ വലിച്ചെറിയുന്ന ഒരു പൊതുവായിട്ടുള്ള സ്വഭാവം ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ബോട്ടിൽ ബൂത്തുകൾ ഒരു 20 കേന്ദ്രങ്ങളിൽ പഞ്ചായത്തിനകത്ത് ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കാൻ വേണ്ടി അത് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില ഒരു 5-6 സ്ഥലങ്ങളിൽ ഇപ്പോൾ അത് സ്ഥാപിച്ചിട്ടുണ്ട് ബോട്ടിൽ ബൂത്ത്. ബാക്കി വരുന്ന 14 കേന്ദ്രങ്ങളിൽ കൂടി ബോട്ടിൽ ബൂത്തുകൾ നമുക്ക് സ്ഥാപിക്കാൻ വേണ്ടി കഴിയും. അപ്പം അങ്ങനെ അതിദരിദ്രരുടെ വിഷയങ്ങളും മാലിന്യ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം കാണുന്നതിന് വേണ്ടി വളരെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് ഈ വീടുകൾ ഇല്ലാത്തവർക്ക് ലൈഫ് മിഷനിൽ നമുക്കറിയാം ഗവൺമെൻറ് തന്നെ പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. 5 ലക്ഷത്തിലധികം വരുന്ന ലൈഫിൽ അപേക്ഷ തന്നിട്ടുള്ള ആളുകളുടെ വീടുകൾ നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ പഞ്ചായത്തിലാണെങ്കിൽ കഴിഞ്ഞ ഞങ്ങളുടെ ഈ കൊല്ലത്തിന് ഇടയ്ക്ക് തന്നെ 223 വീടുകൾ ജനറൽ SC വിഭാഗത്തിന് വേണ്ടി 224 വീടുകൾ നമുക്ക് 223 വീടുകൾ ഇതിനകം തന്നെ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കുറച്ച് പേര് ഇപ്പോൾ അതിൻ്റെ അഗ്രിമെൻറ്റ് കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു വർഷവും അതുപോലെ തന്നെ അടുത്ത നെക്സ്റ്റ് ഇയറും കൂടി ആയിക്കഴിഞ്ഞാൽ മിക്കവാറും ലൈഫ് മിഷനിൽ തന്നിട്ടുള്ള അപേക്ഷകരുടെ പ്രശ്നങ്ങൾ ഏറെക്കുറെ നമുക്ക് വീടുകളില്ലാത്തവരുടെ പ്രശ്നങ്ങൾ ഈ പഞ്ചായത്തിനകത്ത് പരിഹരിക്കാൻ വേണ്ടി കഴിയും. നമ്മൾ ജനകീയാസൂത്രണം ആരംഭിച്ച മുതൽ നമ്മൾ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം, ഇപ്പം അങ്ങനെ ഓരോ വീടുകളൊന്നും തന്നെ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഇല്ല എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാൻ വേണ്ടി കഴിയും. അത് ഈ ഇതിൻ്റെ ഈ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ കേരളത്തിലുണ്ടായാലും പൊതുവായിട്ടുള്ളൊരു പ്രത്യേകതയാണ്. ഞങ്ങളുടെ പഞ്ചായത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് ചാഴൂർ പഞ്ചായത്തിലാണെങ്കിൽ പ്രത്യേകിച്ചും ഏറെക്കുറെ വീടുകൾ ഇല്ലാത്ത ആളുകളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കും അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. 87 പേർക്ക് നമ്മൾ ഭൂമി വാങ്ങുന്നതിന് വേണ്ടി സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ജൈവ മാലിന്യത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ ഞങ്ങളൊരു 16 നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഒരു 54 ഈ വർഷത്തെ പദ്ധതിയിലുണ്ട്. പിന്നെ ജൈവ മാലിന്യങ്ങൾ വളമാക്കി മാറ്റുന്നതിന് വേണ്ടി വീടുകളിൽ അകത്ത് തന്നെ വയ്ക്കാൻ വേണ്ടി അടുക്കളയിലൊക്കെ തന്നെ വെക്കാൻ വേണ്ടി 700 ബൊക്കാഷി ബക്കറ്റ് ഇതിനകം തന്നെ വിതരണം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സ്വയം തൊഴിൽ സംരംഭം വ്യക്തിഗതം ഒരു 50 പേർക്ക് നമ്മൾ അത് കൊടുത്തിട്ടുണ്ട്. 5 പേർക്ക് കൂടി നമ്മൾ ഈ വർഷം കൊടുക്കുന്നുണ്ട്. കിണർ റീചാർജ്, വെള്ളത്തിൻ്റെ കുടിവെള്ള ക്ഷാമം ഉണ്ടാകുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ ഏറ്റവും ഇതൊരു പരിഹാരത്തിന് വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കിണർ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കുറേ പരിഹാരം കാണും. ഒരു 350 കിണർ റീചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ മറ്റ് ജൈവ മാലിന്യവും അതിൻ്റെ മാലിന്യ മുക്ത നവകേരളത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുത്തുള്ള പദ്ധതികൾ. പിന്നെ നമ്മൾ ഈ GLP 2 സ്കൂളുകൾ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ കീഴിലുണ്ട്. ഒന്ന് കുറുമ്പിലാവ് GLPS അതുപോലെ ആലപ്പാട് GLPS.
നിങ്ങൾക്ക് അതിന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി കഴിയും. വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ആലപ്പാട് GLPSലൊക്കെ തന്നെ നല്ല സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുക. ഏകദേശം അവിടെ 300 കുട്ടികൾ അവിടെ ഇപ്പോൾ പഠിക്കുന്നുണ്ട് ആ LP സ്കൂളിൽ. അവിടെയാണെങ്കിൽ നമ്മൾ ഭരണകൂടാരത്തിൻ്റെ ഭാഗമായി തന്നെ അതിൻ്റെ പുറത്തും ക്ലാസ് റൂമുകളിലൊക്കെ തന്നെ അതിന് വേണ്ട നല്ല സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. നല്ല ആകർഷകമായ രീതിയിലാണ് ഇപ്പോൾ അവിടെ സ്കൂളിൻ്റെ അതിൻ്റെ ഇപ്പോൾ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ ഈ ഭരണകൂടാരത്തിൻ്റെ ഭാഗമായി ചെയ്തിട്ടുള്ളത്. ഇവിടെ GLPS കുറുമ്പിലാവിലാണെങ്കിൽ അവിടെ 2 കെട്ടിടം പുതുതായിട്ട് ഇപ്പോൾ ഒരു കെട്ടിടത്തിൻ്റെ പണി കഴിഞ്ഞു. 2 ക്ലാസ് റൂം SSK ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് 2 ക്ലാസ് റൂമുകളുടെ പുതിയ ക്ലാസ് റൂമുകളുടെ നിർമ്മാണം കഴിഞ്ഞു. മറ്റൊരു 4 ക്ലാസ് റൂം MLA നാട്ടിക നിയോജകമണ്ഡലം MLA CC മുകുന്ദേട്ടൻ്റെ അദ്ദേഹം നൽകിയിട്ടുള്ള 1 കോടി രൂപ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 4 ക്ലാസ് റൂമിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ മാറ്റങ്ങളാണ് വിദ്യാഭ്യാസ രംഗത്തും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഗവൺമെൻറ് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഈ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ നല്ലപോലെ ഇടപെടുകയാണ്. മറ്റൊന്ന് ആരോഗ്യ മേഖലയാണ്. ആരോഗ്യ മേഖലയിലാണെങ്കിൽ 3 ഡിസ്പെൻസറികൾ പഞ്ചായത്തിന് കീഴിലുണ്ട്. 2 ആയുർവേദ ഡിസ്പെൻസറി, 1 പുള്ളിയിൽ പ്രവർത്തിക്കുന്നതാണ്, മറ്റൊന്ന് ചിറക്കൽ ഒരു ആയുർവേദ ഡിസ്പെൻസറി പ്രവർത്തിക്കുന്നുണ്ട്. ഈ ആയുർവേദ ഡിസ്പെൻസറികളും അതുപോലെ ഒരു ഹോമിയോ ഡിസ്പെൻസറി പഴുവിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനാവശ്യമായിട്ടുള്ള മരുന്നുകളൊക്കെ തന്നെ നൽകുന്നത് നമ്മൾ ഓരോ വർഷത്തെ പദ്ധതിയിൽ വെച്ചുകൊണ്ടാണ് മരുന്നുകൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിലുള്ള അതിൻ്റെ ആ കെട്ടിടം ഡിസ്പെൻസറി കെട്ടിടത്തിൻ്റെ പഴയ കെട്ടിടമാണ്. ഇപ്പോൾ അത് പുതുക്കി പണിയാൻ പോവുകയാണ്. ഒരു 35 ലക്ഷം രൂപ അതിനിപ്പോൾ നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ പഞ്ചായത്തിൻ്റെ വീതമുണ്ട്, മറ്റേ ഗവൺമെൻറ് വീതം കൂടി ഒരു 35 ലക്ഷം രൂപ ആ കെട്ടിടം പുതുക്കി പണിയാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ അതിൻ്റെ പണി ആരംഭിക്കുകയാണ്. അപ്പോൾ ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ രംഗത്ത്, കാർഷിക മേഖലയ്ക്കകത്ത് വീടുകളുടെ പ്രശ്നങ്ങൾ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒക്കെ തന്നെ വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ സ്കൂളിലെ ഇപ്പോൾ കുട്ടികൾ പഠനവും പാഠ്യേതര വിഭാഗങ്ങളിൽ പോലും നമ്മൾ ഇപ്പോൾ കായിക മേഖലയ്ക്കകത്തുള്ള കുട്ടികളുടെ ഒരു കഴിവ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ചില പദ്ധതികൾ ഞങ്ങൾ നടത്തി വരുന്നുണ്ട്. ഫുട്ബോൾ പരിശീലനം എല്ലാ കൊല്ലത്തെ പദ്ധതികളും ഇപ്പോൾ ഞങ്ങൾ നടപ്പാക്കുന്നുണ്ട്. ജൂഡോ പരിശീലനമുണ്ട്, കരാട്ടെ പരിശീലനമുണ്ട്, നീന്തൽ പരിശീലനമുണ്ട്. അതൊക്കെ തന്നെ ഞങ്ങൾ ഈ വർഷം തുടർന്ന് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളാണ്. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് സമേതം പോലുള്ള ജില്ലാ പഞ്ചായത്ത് അതിൻ്റെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായിട്ട് തന്നെ സമേതം വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു പഞ്ചായത്തിൻ്റെ ഒരു ഇൻഡോർ സ്റ്റേഡിയം പണി കഴിഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധയിലൊക്കെ പെട്ട് കാണും. 2.5 കോടി രൂപ ചിലവ് ചെയ്ത് MLA ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പണിതിട്ടുള്ളതാണ്. ഇപ്പോൾ അവിടെ നമ്മൾ അതിൻ്റെ ഷട്ടിൽ കോർട്ട്, അതിനകത്ത് ഷട്ടിൽ കോർട്ട് ഷട്ടിലിട്ട് അതിൻ്റെ കളി ആരംഭിച്ചിട്ടുണ്ട്. സമയപരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് അംഗത്തിലൂടെ പോയിട്ട് തിരിച്ചു വരാൻ വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. സമയമുണ്ട് തിരിച്ചു വരാൻ അദ്ദേഹത്തിനോടൊന്ന് മെൻഷൻ ചെയ്ത് എന്തായാലും ഭരണസമിതി അംഗമെന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ പ്രതിനിധി കൂടിയായ അദ്ദേഹം എന്താണ് ഇബ്രാഹിംക്ക് ഈ പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പഞ്ചായത്തിൻ്റെ വികസന കുതിപ്പുകളാണോ, എങ്ങനെയാണ് വിലയിരുത്തുമ്പോൾ? ഞാൻ 26 വർഷമായി ജനകീയാസൂത്രണം തുടങ്ങുന്നതിനേക്കാളും മുന്നേ പഞ്ചായത്ത് മെമ്പറായതാണ്. ഇത്രയും വർഷത്തെ നമ്മളെ പദ്ധതി വേദവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കാര്യമായിട്ട് ഒന്നും തന്നെ നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ പഞ്ചായത്തിലുള്ളത്. റോഡുകളുടെ അവസ്ഥ എടുത്തു നോക്കിയാൽ വളരെ മോശമാണ്. പല റോഡുകളും, ഭൂരിഭാഗം റോഡുകളും തകർന്നടിഞ്ഞു കിടക്കുക. മറ്റ് പഞ്ചായത്തുകളെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ റോഡുകളുടെ സ്ഥിതി ഞാൻ പറയാതെ തന്നെ ജനങ്ങൾ പറയും. അത്രയും മോശമായി തകർന്നടിഞ്ഞു കിടക്കുക. അതിനുള്ളൊരു സംവിധാനം ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം ഈ പറയുന്ന റോഡുകൾക്ക് വേണ്ടി മാറ്റിവെച്ച കാശ് പോലും നമ്മൾക്ക് ഒരേ പഞ്ചായത്ത് മെമ്പർമാർക്കും മാറ്റിവെച്ച സംഖ്യ പോലും കൊടുക്കാൻ പറ്റിയില്ല. ഫില്ലോർ വർക്കുകളായിട്ട് രൂപാന്തരപ്പെടുമ്പോൾ പഞ്ചായത്തിൻ്റെ പണം മുഴുവൻ നഷ്ടപ്പെട്ടു പോവുക. 1.5 ലക്ഷം രൂപയാണ് ഈ സാമ്പത്തിക വർഷത്തിൽ നമുക്കൊരു റോഡിന് വേണ്ടി കിട്ടിയത്. വളരെ തകർന്നു കിടക്കുകയാണ് റോഡുകളെല്ലാം. എന്നിട്ട് നമുക്ക് ലഭിക്കുന്നത് 1.5 ലക്ഷം രൂപയാണ്. എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. അത്ര മോശം ഒരു സ്ഥിതിയാണ് ഈ റോഡുകളുടെ കാര്യത്തിൽ ഉള്ളത്. എന്നപോലെ കുടിവെള്ളത്തിന് വേണ്ടി പഞ്ചായത്ത്, ഇതൊരു ചെറിയ വരുമാനമുള്ള ഒരു പഞ്ചായത്താണ്. വലിയ വ്യവസായങ്ങളോ മറ്റ് സ്ഥാപനങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു പഞ്ചായത്താണ്.
ചെറിയ കാശാണ് നമുക്ക് വരുമാനമായിട്ട് വരുന്നത്. 60-67 ലക്ഷം രൂപയാണ് നികുതി ഇനത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രധാനമായി പറയാനുള്ളത്, ഈ മാവുന്തോപ്പ് ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറയുന്ന ഇന്ന് 12ാം വാർഡ്, അന്ന് 7ാം വാർഡാണ് ഞാൻ പ്രതിനിധീകരിക്കുന്ന വാർഡായിരുന്നു. അന്ന് ഫസ്റ്റ് 2 പദ്ധതികൾക്കാണ് കുടിവെള്ളം രൂക്ഷമായ സ്ഥിതിയിൽ നിൽക്കുന്ന സാഹചര്യം. ഒരു കുന്നു പ്രദേശമാണ്, അവിടെ കിണറ്റിലും വെള്ളം ഉണ്ടാവില്ല, കാർഷിക മേഖലയ്ക്ക് വെള്ളം അടിക്കാനും പറ്റില്ല, ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ അന്നൊരു ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ആയിട്ട് പഞ്ചായത്തിൽ വന്ന് ആ പദ്ധതി അംഗീകരിക്കുകയും പറവച്ചാൽ ലിഫ്റ്റ് ഇറിഗേഷൻ അംഗീകരിക്കുകയും രണ്ടും ചെയ്തു അന്നത്തെ ഭരണസമിതി. 3 ലക്ഷം രൂപ പറവച്ചാൽ ലിഫ്റ്റ് ഇറിഗേഷനും 1,47,000 രൂപ മാവിൻതോപ്പ് ലിഫ്റ്റ് ഇറിഗേഷനും വേണ്ടിയിട്ടാണ് അന്ന് വകയിരുത്തിയത്. ആ സംഖ്യ ആ സമയത്ത് തന്നെ ഞാൻ വിനിയോഗിച്ചു. ആ ഒരാളുടെ കയ്യിൽ നിന്ന് സ്ഥലമില്ലാതെ നമുക്കിത് പമ്പ് ഹൗസൊക്കെ സ്ഥാപിക്കാൻ സ്പോൺസറിങ്ങിലൂടെ സ്ഥലം മേടിച്ച് പമ്പ് ഹൗസ് പണിത് മോട്ടോർ വെച്ച് 3 ഫേസ് ലൈൻ വലിച്ച് പൈപ്പിട്ട് ടാങ്ക് പണിത് അവിടെയും വരച്ചിട്ടു. അത് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിനുശേഷം വാർഡുകളുടെ വിഭജനം നടന്ന് ആ വാർഡ് വേറെ മെമ്പറുടെ കീഴിലേക്ക് പോയി. ആ മെമ്പറും വന്ന് കുറേ കാശ് അവിടെ പൈപ്പിട്ട് എന്നല്ലാതെ പ്രാവർത്തികമാക്കാൻ സാധിച്ചില്ല. അന്ന് മുതൽ ഇന്ന് വരെ ഈ നിമിഷം വരെ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുക. അത്രയും ബുദ്ധിമുട്ടാണ് അവിടുത്തെ കുടിവെള്ളം. കിണറ്റിൽ പോലും ഒരു തുള്ളി വെള്ളം ഉണ്ടാവില്ല. അന്ന് ഈ പദ്ധതി കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ ജനങ്ങൾക്കെല്ലാം വളരെയധികം സന്തോഷമായിരുന്നു. പക്ഷേ അവർക്ക് വെള്ളം കിട്ടാതെ വന്നപ്പോൾ ഇന്നും അവർ അതുമ്മേ സംസാരിച്ചു കൊണ്ടിരിക്കുക. എന്തിനു പറയണം, ഞാനിപ്പോഴും അത് പഞ്ചായത്ത് ഭരണസമിതിയിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ സാന്നിധ്യത്തിൽ അതിന് പണം വയ്ക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ 2 ലക്ഷം വെച്ചിട്ടുണ്ട്. 2 ലക്ഷം കൊണ്ട് അതാവില്ല. പക്ഷെ അത് എത്രയും വേഗത്തിൽ അത് കമ്മീഷൻ ചെയ്യണമെന്നാണ് എനിക്ക് പഞ്ചായത്തിനോട് പറയാനുള്ളത്. അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് എത്രയും വേഗത്തിൽ സാധിക്കണം. കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പറയുമ്പോൾ 4 ലക്ഷം രൂപയോളം മാസാമാസം വാട്ടർ അതോറിറ്റിക്ക് പണം അടച്ചുകൊണ്ടിരിക്കുക. അതുകൂടാതെ വരൾച്ച വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 10-18 ലക്ഷം രൂപയാണ് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ചെലവാക്കേണ്ടി വന്നത്. ഈ വാട്ടർ അതോറിറ്റിക്ക് ഈ സംഖ്യ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും പൊതു ടാപ്പുകളിലൊന്നും വെള്ളം വരുന്നില്ല. 314 പൊതു ടാപ്പുകളാണ് പഞ്ചായത്തിൽ ഇപ്പോൾ അവരുടെ കണക്ക് പ്രകാരം ഉള്ളത്. പക്ഷെ അതിലൊന്നും വെള്ളം വരാതെയാണ് ഈ കാശൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതൊരു ധൂർത്തായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ പഞ്ചായത്ത് സാമ്പത്തിക സ്ഥിതിയിൽ വളരെ പിന്നാക്കം നിൽക്കുമ്പോൾ നമ്മളുടെ പണം ഈ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുക്കുന്ന സംഖ്യ അനാവശ്യമായി മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ വളരെയധികം വിഷമമുള്ള കാര്യമാണ്. എന്നതുപോലെ എല്ലാ കൊല്ലവും നമ്മൾ പദ്ധതിയിൽ ഇവിടെ അനവധി കലാകായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന അനവധി യുവാക്കളുണ്ട്. ഇന്നേ വരേക്കും ഒരു കളിസ്ഥലം ഇന്നും സ്വപ്നത്തിലാണ്. ആ ഒരു കളിസ്ഥലം മേടിക്കാൻ എല്ലാ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യവും പദ്ധതിയിൽ പണം വെച്ചു. ആ പണം പിൻവലിച്ചു. സ്ഥലം മേടിക്കാൻ സാധിച്ചില്ല. അത് വളരെ അത്യാവശ്യമായ ഒരു സംഭവമാണ്. ഈ ഗ്രാമസഭകൾ വരുമ്പോൾ പോലും എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു സംഭവമാണ് കളിസ്ഥലം. അപ്പോൾ എന്ന പോലെ തന്നെയാണ് ഈ എൻ്റെ ഓർമ്മയിൽ മിനിസ്റ്റർ മുനീർ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ മന്ത്രിയായിരിക്കുന്ന കാലത്ത് എല്ലാ പഞ്ചായത്തുകൾക്കും ശ്മശാനം ഉണ്ടാക്കാൻ വേണ്ട ആവശ്യമായ സംഖ്യ കൊടുക്കാമെന്ന് പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മുടെ പഞ്ചായത്ത് ഇതുപോലെ 2005 തുടങ്ങി വച്ചതാണ്. എന്നാൽ നമുക്ക് അത് പണിയാനുള്ള സ്ഥലമില്ല. ആ ഒരു ശ്മശാനം ഉണ്ടാക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ തൊട്ടടുത്ത പഞ്ചായത്തുകളിലൊക്കെ തന്നെ, ഈ അടുത്ത പഞ്ചായത്ത് താന്യം പഞ്ചായത്തിൽ തന്നെ, അല്ലെ മറ്റുള്ള വലപ്പാട്
എന്നീ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഈ സ്ഥലപരിമിതിയുള്ള ആൾക്കാർക്ക് സ്ഥലപരിമിതിയൊക്കെ ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതു ശ്മശാനത്തിലേക്കാണ് നമ്മളെ ബോഡി കൊണ്ടുപോകുന്നത്. അത് ഇവിടെ ഇന്നും അത് സ്വപ്നമായി നിൽക്കുക. ഇന്നും അത് ചെയ്യാനായിട്ടുള്ള ഒരു നടപടി ഇന്നേ വരയ്ക്കും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കാർഷിക പഞ്ചായത്താണ്. 22 പാടശേഖരങ്ങളുള്ള 986 ഹെക്ടർ കൃഷിനിലമുള്ള ഒരു പാടശേഖരമാണ് നമ്മുടെ ചാഴൂർ ഗ്രാമപഞ്ചായത്തിലുള്ളത്. കൃഷിക്കാരെ സംബന്ധിച്ച് വളരെയധികം പ്രയാസപ്പെട്ടിട്ടാണ് കൃഷിയൊക്കെ ചെയ്ത് പോരുന്നത്. കൃഷി ചെയ്താലും പറയത്തക്ക വിളവുകളില്ലാതെ, നെല്ല് കിട്ടാതെ അനവധി കാശ് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ അതുപോലെ തെങ്ങ് കൃഷിയുണ്ട്, പച്ചക്കറി കൃഷിയുണ്ട്, വാഴക്കൃഷിയുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മളുടെ ഈ കാർഷിക മേഖലയ്ക്ക് പറയത്തക്ക കാര്യങ്ങളൊന്നും തന്നെ പഞ്ചായത്ത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ വിത്ത് പൂർണ്ണമായും സൗജന്യമായി ലഭിക്കുന്നു. മറ്റ് ആനുകൂല്യങ്ങളൊക്കെ തന്നെ മറ്റ് ഭൗതിക പാടശേഖരങ്ങളുടെ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് പോലും ₹1 പോലും പഞ്ചായത്തിന് മാറ്റിവെക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ. പാടശേഖരങ്ങൾ പണിയാതെ കിടക്കുന്ന പാടശേഖരങ്ങൾ 75 ഏക്കറോളം തരിശ് ഭൂമിയായി ഇന്നും നല്ല കൃഷിയിടം പണിയാതെ കിടക്കുന്നു. അത്തിച്ചാല്, മാമ്പുള്ളിപ്പടവ്, കിളപ്പടവ് എന്നീ പടവുകൾ പൂർണ്ണമായും പഴുവിൽ ബണ്ട് പടവ്, മാമ്പുള്ളിപ്പടവ്, അത്തിച്ചാൽ പടവ്. അതുകൂടാതെ ബാക്കിയുള്ള പാടശേഖരങ്ങളിലൊക്കെ തന്നെ കുറേശ്ശെ ചെയ്യാതെ കിടക്കുന്നു. 10-75 ഏക്കർ കൃഷിനിലം തരിശായി വളരെ നാളുകളായി കിടക്കുന്നു. അത് പണിയിപ്പിക്കാനോ ഒരു സന്നദ്ധത പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളത് വിഷമകരമാണ്. മാലിന്യമുക്തം കേരളത്തിൽ ഒട്ടാകെ വളരെ പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ 22 മറ്റാന്ന് തോന്നുന്നു പ്ലാസ്റ്റിക് എടുത്തു തുടങ്ങി. ഇന്നേ വരയ്ക്കും മാലിന്യം സംസ്കരിക്കാനുള്ള ഒരു നടപടി ഇന്നേ വരയ്ക്കും ഉണ്ടായിട്ടില്ല. അതിനുവേണ്ടി പണം മാറ്റിവെച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അത് അടിയന്തരമായി ചെയ്യേണ്ടതാണ്. ഇവിടെ നമ്മുടെ പഞ്ചായത്ത് തുമ്പൂർമൊഴി മോഡൽ മറ്റ് പഞ്ചായത്തുകളിൽ പോയി സന്ദർശനം നടത്തി അതിൻ്റെ പ്രവർത്തനം വിലയിരുത്തി ഒക്കെ ഉള്ളതാണ്. നമ്മളുടെ തൊട്ടടുത്ത കുന്നംകുളം മുനിസിപ്പാലിറ്റിയിൽ കേരളത്തിൽ തന്നെ വളരെ ഭംഗിയായി നടക്കുന്ന മാലിന്യ ശേഖരിച്ച് അത് ഇല്ലായ്മ ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കുന്നംകുളം മുനിസിപ്പാലിറ്റി വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് പല സ്ഥലങ്ങളിൽ നിന്നും അത് കാണാനും അത് കണ്ട് അത് നടപ്പിലാക്കാനും ശ്രമിക്കുമ്പോൾ നമ്മളെ പഞ്ചായത്തിന് അത്തരം കാര്യങ്ങൾ പോയത് വെറുതെ ആയി എന്നല്ലാതെ നമുക്ക് അതിന് ഒരു തുടർ നടപടി ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. എന്നതുപോലെ നമുക്ക് കുറേ സ്ഥലങ്ങൾ ഏക്കർ കണക്കിനില്ലെങ്കിലും കുറേ സ്ഥലങ്ങൾ പഞ്ചായത്തിൻ്റേതായ സ്ഥലങ്ങൾ പല മേഖലകളിലും കിടക്കുന്നുണ്ട്. ആ സ്ഥലങ്ങളൊക്കെ ഇന്ന് കാട് പിടിച്ചൊക്കെ എടുക്കുക. അത് ഉപയോഗപ്പെടുത്താനായിട്ട് പഞ്ചായത്ത് ഭരണസമിതി ഇടപെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം നമുക്ക് ഓരോ സ്ഥാപനങ്ങൾ പഞ്ചായത്തിൽ പൂർണ്ണമായും ഇല്ലാത്ത അന്തരീക്ഷം നിലനിൽക്കുക. ഇപ്പോൾ സബ് സെൻ്ററുകളുടെ കാര്യം, സ്ത്രീകളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സബ് സെൻ്റർ ഇന്നും ഇവിടെ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ്. നമുക്ക് സ്ഥലമുണ്ട്, പക്ഷേ ആ സ്ഥലത്ത് നമുക്കൊരു സബ് സെൻ്റർ കൊണ്ടുവരാനായിട്ടുള്ള ഇടപെടലുകൾ ഇല്ല. ആരായിക്കോട്ടെ, എവിടെ നിന്ന് കാശ് കിട്ടിയാലും നമുക്കത് ചെയ്യാനുള്ള ഒരു നടപടി വേണ്ടേ? അത് ഈ ഭാഗത്തുനിന്ന് ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. എന്നതുപോലെ ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് കുടുംബശ്രീ ഇവിടെ 255 കുടുംബശ്രീയോളം നമ്മളെ പഞ്ചായത്തിലുണ്ട്. ആ കുടുംബശ്രീയിലെ അംഗങ്ങൾക്ക് തൊഴിൽ പരിശീലനത്തിന് വേണ്ടി നമ്മളെ പഞ്ചായത്തിലെ 5-ാം വാർഡിൽ തൊഴിൽ പരിശീലന കേന്ദ്രം പണിതു, ഉദ്ഘാടനം നിർവഹിച്ചു. 4 ചില്ലാൻ വർഷമായി ഉദ്ഘാടനം കഴിഞ്ഞ് അത് ഇന്നും
പ്രാവർത്തികമാക്കാതെ പൂട്ടിക്കിടന്ന് നശിക്കുക. ആ കെട്ടിടം നശിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെയാണ് 15-ാം വാർഡിൽ കുടുംബശ്രീ വിപണന കേന്ദ്രം എന്ന് പറഞ്ഞ് നല്ല അതിമനോഹരമായ ഒരു കെട്ടിടം പണിതു. KT ജലീൽ മിനിസ്റ്ററാണ് വന്ന് ഉദ്ഘാടനം നിർവഹിച്ച് വളരെ ഭംഗിയായി ഉദ്ഘാടനം ചെയ്തു. 5-8 കൊല്ലമായെന്ന് തോന്നുന്നു. ആ സാധനവും ഇന്ന് തുറന്ന് അത് അന്നേ അടച്ചിട്ടു. ഉദ്ഘാടനം കഴിഞ്ഞു, അടച്ചിട്ടു. തുറന്ന് ഇന്ന് വരെ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല. എല്ലാ പ്രാവശ്യവും പഞ്ചായത്ത് ഭരണസമിതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. പക്ഷേ അതിന് ഒരു നടപടി ഇന്നേ വരയ്ക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ജലസ്രോതസ്സുകൾക്ക് വേണ്ടി 16 കുളങ്ങളും 54 കിണറുകളുമുള്ള ഒരു പഞ്ചായത്താണ് ഇത്. അതൊക്കെ ഇന്ന് വെള്ളം കുടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കുക. അതൊക്കെ വെടുപ്പാക്കി വൃത്തിയാക്കി അതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞാൽ നമുക്കതെല്ലാം ജനങ്ങൾക്ക് ഉപകാരമാകുന്ന രൂപത്തിൽ അത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് തൊഴിലുറപ്പ്. ആ തൊഴിലുറപ്പ് പദ്ധതി കഴിഞ്ഞ ഇയറിൽ ഒരു മെറ്റീരിയൽ വർക്കും നടത്താൻ സാധിച്ചില്ല. ഈ റോഡുകളൊക്കെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും തൊഴിലുറപ്പിൽ 40% മെറ്റീരിയൽ വർക്ക് നടത്താൻ കഴിയുന്ന സാഹചര്യത്തിൽ ഒരു വർക്കും ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. ഇപ്രാവശ്യവും വർക്ക് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അത് എടുത്താലും അത് ആ വർക്കുകൾ വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് കരാറുകാരുടെ ഒരു പ്രയാസം നമുക്ക് അതിലുണ്ട്, ഒന്ന് ചെയ്യാനുള്ള ഒരു കാലതാമസം. പക്ഷേ എന്നാലും അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ പഞ്ചായത്തിൽ ടൂറിസം മേഖലയ്ക്ക് പ്രാധാന്യമുള്ള ഒരിടമാണ് ആലപ്പാട് പുള്ള്. ആ പുള്ള് വളരെ നാളുകൾക്ക് മുന്നേ ആൾക്കാരവിടെ വന്നു തുടങ്ങിയിട്ടുള്ളതാണ്. ആ ഒരിടം നമ്മളെ സംബന്ധിച്ച് പഞ്ചായത്തിന് ആലപ്പാട് പുള്ള് പോലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കംഫർട്ട് സ്റ്റേഷനുകൾ ഇല്ലാത്തതും നല്ല സൗകര്യങ്ങൾ ഒരുക്കാത്തതും പഞ്ചായത്തിൻ്റെ വീഴ്ച ആണ് എന്നുള്ളൊരു സംശയമില്ല. എന്തായാലും നിരവധി കാര്യങ്ങളുണ്ട് പഞ്ചായത്തിനെ സംബന്ധിച്ച്. പ്രസിഡന്റ് മറുപടി പറയാൻ ചില കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു. ചില പ്രശ്നങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നതിൽ പ്രസിഡന്റിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ അതിലെ ചില സാങ്കേതിക പ്രശ്നങ്ങളും ഒപ്പം തന്നെ ചില റോഡുകളുടെ അല്ലെ കുടിവെള്ളം ആയാലും ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും അപ്പുറത്തേക്ക് ആദ്യം തന്നെ കുടിവെള്ളം എടുക്കാം. കാരണം കുടിവെള്ളം ഇപ്പോൾ മാർച്ച് മാസം ആകുമ്പോൾ പോലും പല മേഖലയിലും പഞ്ചായത്തിൻ്റെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളുണ്ട്. നേരത്തെ പ്രസിഡന്റ് പറഞ്ഞു ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോഴും ഈ ജലജീവൻ മിഷൻ്റെ അടക്കം പദ്ധതികൾ നടപ്പാകുമ്പോൾ പോലും പലയിടത്തും കുടിവെള്ളം എത്തുന്നില്ല എന്നുള്ളത് ഒരു രൂക്ഷമാണ്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന പോലെ നിരവധി കുളങ്ങളും കിണറുകളും ഉള്ള പഞ്ചായത്തായാൽ പോലും അതിൻ്റെ റീചാർജിങ് സംവിധാനങ്ങളിലേക്കൊന്നും എത്താത്തതാണോ പ്രശ്നം? കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. നിലവിലെ പൈപ്പ് സംവിധാനം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ചെറിയ രീതിയിലുള്ള സംവിധാനങ്ങളാണത്. അത് ഞാൻ പറഞ്ഞല്ലോ, 40 കൊല്ലം മുമ്പ് ഇട്ടുള്ള പൈപ്പാണ്. അന്നത്തെ ആവശ്യവും ഇന്നത്തെ ആവശ്യവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് മിക്കവാറും ആളുകൾ കുടിവെള്ളത്തിനെ ആശ്രയിക്കുന്ന വാട്ടർ അതോറിറ്റി വെള്ളമാണ്. അതാണ് അതിൽ പ്രധാനപ്പെട്ട വിഷയം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പുതിയ പൈപ്പ് ലൈൻ ഇടുന്നത്. കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് 3 ടാങ്കുകൾ 3 പഞ്ചായത്തുകൾക്ക് വേണ്ടിയിട്ട് 35 ലക്ഷം രൂപ 35 കോടി രൂപ ഈ ടാങ്കുകളുടെ നിർമ്മാണത്തിനും അതുപോലെ അതിൻ്റെ മെയിൻ പൈപ്പ് ലൈനിനും വേണ്ടി ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റാണ് പൂർണ്ണമായും വേണ്ടത്, കിഫ്ബി ഫണ്ടാണ്. അതിൽ 2 ടാങ്കിൻ്റെ നിർമ്മാണം കഴിഞ്ഞു. ഒന്ന് താന്യത്തെയും അതുപോലെ തന്നെ അന്തിക്കാട്ട് പഞ്ചായത്തിൻ്റെയും ടാങ്കിൻ്റെ നിർമ്മാണം കഴിഞ്ഞു. ഇവിടുത്തെ ടാങ്കിൻ്റെ നിർമ്മാണം ചാഴൂർ പഞ്ചായത്തിലെ ടാങ്കിൻ്റെ നിർമ്മാണമാണ്. അത് കുറച്ച് സ്ലോവിലാണ് പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട്. നമ്മളത് സ്പീഡിലാക്കാൻ ആവശ്യമായ രീതിയിലുള്ള നിരന്തരമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കരാറുകാർ സ്വാഭാവികമായിട്ടും പറയുന്ന പല കാരണങ്ങളുണ്ട്. പക്ഷേ എന്തായാലും അതൊക്കെ തന്നെ പരിഹരിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു പക്ഷേ നിങ്ങൾ അതിൻ്റെ സംവിധാനം നോക്കി കഴിഞ്ഞാൽ ഭയങ്കരമായ നല്ല സംവിധാനമാണ്. അത് ചെന്ന് കാണണം. അത്രയും നല്ല ഫിൽറ്ററിങ് സംവിധാനങ്ങളും മറ്റൊക്കെ ആയിട്ടാണ് അത് പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാലതാമസം ഉണ്ട് എന്നുള്ള കാര്യം തന്നെ. പക്ഷേ എന്തായാലും നമ്മൾ കുടിവെള്ളം വിതരണം ചെയ്യാൻ ആവശ്യമായ പാർഷ്യലി അതിൻ്റെ കുടിവെള്ള വിതരണത്തിന് വേണ്ടി സംവിധാനം ഈ മാർച്ചിൽ ചെയ്യണമെന്ന് നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. കുറച്ച് ഇൻ്റർലിങ്ക് മറ്റ് വർക്കുകൾ കൂടി അതിൻ്റെ പൈപ്പിൻ്റെ അത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇന്നലെ കൂടി ബന്ധപ്പെട്ടപ്പോൾ അതിൻ്റെ പൈപ്പ് അനുവദിച്ചിട്ടുണ്ട്. അത് കൊണ്ടുവന്ന് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും നമ്മുടെ കുടിവെള്ളം ഈ മാർച്ചിൽ തന്നെ പാർഷ്യലി അതിൻ്റെ വെള്ളം വിതരണം ചെയ്യാൻ വേണ്ടി കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.
പിന്നെ കുളങ്ങളുണ്ട്, കുളം കെട്ടി സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളുണ്ട്. ചില കുളങ്ങൾ നമ്മൾ ഇതുവരെ കെട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ ഒരു 2 കുളങ്ങൾ അതിൻ്റെ നിർമ്മിക്കാൻ വേണ്ടി, അതിൻ്റെ കെട്ടി സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പദ്ധതി നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. കരാറുകാർ ടെൻഡർ ചെയ്ത് അതിൻ്റെ നടപടിയിലൊക്കെ തന്നെ ഏറെക്കുറെ പൂർത്തിയായിട്ടുള്ളതാണ്. അങ്ങനെ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ എന്തായാലും താമസിയാത്ത പരിഹാരം ഉണ്ടാകും. 3200 കണക്ഷനാണ് നമ്മുടെ പഞ്ചായത്തിനകത്ത് വീടുകളിൽ കണക്ഷൻ കൊടുത്തുള്ളത്. ഈ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, ഒരു സംശയമില്ല. അതൊക്കെ തന്നെ എത്രയും വേഗം അത് നടക്കും എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. പിന്നെ ചില കാര്യങ്ങൾ പറഞ്ഞാൽ വെച്ചാൽ ശ്മശാനത്തിൻ്റെ വിഷയം പറഞ്ഞു. ശ്മശാനത്തിൻ്റെ വിഷയമുണ്ട്, ശ്മശാനത്തിൻ്റെ സ്ഥലമുണ്ട്. അവിടെ വലിയ എതിർപ്പുകൾ ഉയർന്നു വന്ന് അത് തൽക്കാലം വന്ന് നിർത്തി വെച്ചിരുന്നു. പക്ഷേ അത് നിർത്തി പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെച്ചിട്ടില്ല. DPR തയ്യാറാക്കുന്നതിന് വേണ്ടി എഞ്ചിനീയറിംഗ് കോളേജുമായിട്ട് ബന്ധപ്പെട്ട് അവർ വന്ന് ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില എതിർപ്പുകളുണ്ട്. 2-3 പ്രാവശ്യമൊക്കെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് സമരങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ പരിഹരിച്ച് അവിടെ ആ ശ്മശാനം പണിയും. പിന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ അവസാനം പറഞ്ഞ ടൂറിസം മേഖലയാണ്. ആ ടൂറിസം രംഗത്ത് പുള്ളിയിലെ വലിയ സാധ്യതയുണ്ട്. പക്ഷേ ഞങ്ങളൊരു 10-25 കൊല്ലം മുൻപ് തന്നെ അതിൻ്റെ രാഷ്ട്രീയമായിട്ട് പറഞ്ഞാൽ തന്നെ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് അന്ന് അത്ര വിപുലമല്ലെങ്കിലും സീസൺ ടൂറിസം എന്നുള്ള എനിക്കൊരു കാഴ്ചപ്പാട് അന്ന് വെച്ചതാണ്. പിന്നീട് കുറേ കഴിഞ്ഞിട്ടാണ് നമുക്കറിയാം ഈ കോൾ ഫാമിംഗ്, കോൾ പടവ് ടൂറിസത്തിന് നല്ല സാധ്യത ഉള്ളത് തന്നെയാണ്. പിന്നെ ഈ സമീപകാലത്താണ് വടക്കൻ പള്ളിയിൽ കുറേ ആളുകൾ, കുറേ വിനോദ സഞ്ചാരികൾ അവിടെ വരാൻ തുടങ്ങിയത്. അപ്പോൾ എന്തായാലും വളരെ ശരിയാണ് ഇവിടെ പറഞ്ഞത്, അവിടെ അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കണമെന്ന് യാതൊരു തർക്കവും ഞങ്ങൾക്കില്ല. പക്ഷേ അവിടെ പഞ്ചായത്തിന് സ്വന്തമായിട്ട് സ്ഥലമില്ല. ഇതാണ് അതിൽ ഏറ്റവും വലിയ വിഷയം. പക്ഷേ എന്നിരുന്നാലും നമ്മൾ അവിടെയുള്ള ഈ KLDCയുടെ ഉടമസ്ഥയിലുള്ള ബണ്ടുകളുണ്ട്, അതിനോട് ചേർന്നിട്ട് കുറച്ചും കൂടി സൗകര്യങ്ങൾ അവിടെ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ നമ്മൾ ശ്രമിച്ചു. നമ്മൾ പദ്ധതിയുണ്ട്. 82,66,700 രൂപയുടെ ഒരു അടങ്കൽ തുക അടങ്ങുന്ന ഒരു പദ്ധതി നമ്മുടെ ഇപ്പോൾ ഉണ്ട്. അത് നമ്മൾ അതിൻ്റെ ഭരണാനുമതിയും ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അതും നമ്മുടെ ബഹുമാനപ്പെട്ട മെമ്പർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഭരണാനുമതി കിട്ടിയിട്ടുണ്ട്. ഇനി അത് KLDC ഏൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാങ്കേതികമായ ഒരു ചെറിയ പ്രശ്നം കൂടിയുള്ളൂ. KLDCനെ ഏൽപ്പിച്ചിട്ട് പണി ചെയ്യണമെന്നാണ് ഇപ്പോൾ ഞങ്ങൾ അവർക്ക് ഡെപ്പോസിറ്റ് ചെയ്ത വർക്ക് ചെയ്യണമെന്നാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഒരു പൊതു സ്ഥാപനമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ആ ഒരു തടസ്സം മാത്രമേ ഉള്ളൂ. KLDCയുടെ അനുമതി, മറ്റേ KLDCയുടെ NOC കിട്ടണമായിരുന്നു. നമ്മൾ വേഗത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല അതൊന്നും. അതിൻ്റെ ബോർഡ് കൂടി അതിൻ്റെ നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കി നമ്മൾ നിരന്തരമായി നിന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ KLDCയുടെ അനുമതി കിട്ടി. അതുപോലെ ടൂറിസം ഡെസ്റ്റിനേഷൻ്റെ ചാലഞ്ചിൻ്റെ ഭാഗമായിട്ടാണ് പൂർണ്ണമായും ഈ പറഞ്ഞ സംഖ്യ 60-40 അനുപാതത്തിലാണ് നമ്മൾ ആ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. ഗവൺമെൻറ് ടൂറിസം ഡെസ്റ്റിനേഷൻ ചാലഞ്ചിൻ്റെ ഭാഗമായിട്ട് 50 ലക്ഷം രൂപ ഗവൺമെൻറ് തരും. അതുപോലെ തന്നെ ബാക്കി വരുന്ന 40% സംഖ്യ 33 ലക്ഷം രൂപ നമ്മൾ പഞ്ചായത്ത് ആണ് അതിൻ്റെ പദ്ധതി വേഗത്തിൽ വെച്ചിട്ടുള്ളത്. ആ പദ്ധതി എന്തായാലും നടപ്പിലാവും. അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റ് ചില കാര്യങ്ങൾ, കാർഷിക മേഖലയുടെ കാര്യങ്ങൾ പറഞ്ഞു. കാർഷിക മേഖലയ്ക്ക് നമ്മൾ വളരെ ഊന്നൽ കൊടുക്കുകയാണ്. മറ്റേ വിത്തിൻ്റെ കാര്യം പറഞ്ഞു. വിത്തിൻ്റെ കാര്യത്തിൽ ചില ഘട്ടങ്ങളിൽ കൊടുക്കാൻ കഴിയാതെ നേരത്തെ കൊടുത്തിരുന്നു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ചില പാടശേഖര കമ്മിറ്റികൾ അതായത് വിത്ത് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ യഥാസമയം അവർ ആ പൈസ കൊടുക്കാതെ വരുമ്പോൾ നമുക്ക് സീഡ് അതോറിറ്റിയിൽ നിന്ന് അതിന് അംഗീകാരം, ആ വിത്തിന് വേണ്ടി പദ്ധതി വയ്ക്കാൻ അംഗീകാരം കിട്ടുന്നില്ല. അതാണ് അതിലൊരു പ്രധാനപ്പെട്ട വിഷയം. 1-2 പടവുകളുണ്ടായിരുന്നു. ഒരു പടവ് ഇപ്പോൾ അടച്ചു. എന്നാൽ ഒരു പടവ് ഇപ്പോഴും ഈ പൈസ കഴിഞ്ഞ വർഷത്തെ വിത്ത് വാങ്ങിയിട്ട് ആ പൈസ പൂർണ്ണമായിട്ടും അടച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് വിത്ത് വാങ്ങി കൊടുക്കാൻ വേണ്ടി കഴിയാത്തത്. പക്ഷേ എന്നാൽ തന്നെയും കൃഷിക്കാർക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകരുതെന്നുണ്ടെങ്കിൽ ഉഴവ് കൂലിയിൽ ആ പൈസ, അത്രയും പൈസ നമ്മൾ വെച്ചുകൊണ്ടാണ്, കൂടുതൽ പൈസ വെച്ചുകൊണ്ടാണ് ഉഴവ് കൂലിക്ക് പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കൃഷിക്കാരെ സംബന്ധിച്ച് ആ കാര്യത്തിൽ ഒരു നഷ്ടവും അല്ലെങ്കിൽ ഒരു തരത്തിലും നമ്മൾ കുറവ് വരുത്താതെ തന്നെയാണ് ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ലിഫ്റ്റ് ഇറിഗേഷനുമായി ബന്ധപ്പെട്ട അതിൻ്റെ പദ്ധതിക്ക് പണം നമ്മൾ വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ചില്ലറ പ്രശ്നങ്ങൾ, സാങ്കേതികമായ ചില വിഷയങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ നമ്മൾ പരിഹരിച്ച് വരികയാണ്. പിന്നെ തരിശ് ഭൂമിയുടെ ഇപ്പോൾ അത് നിലവിലുള്ള ചില കമ്മിറ്റികൾ തമ്മിലുള്ള ചില തർക്കങ്ങളുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. അതായത് ഇപ്പോൾ ഇവിടെ മറ്റേ മാമ്പള്ളി പടവിൽ മോട്ടോർ ഇല്ല എന്ന് പറഞ്ഞു, മോട്ടോർ കൊടുക്കാമെന്ന് പറഞ്ഞു. മോട്ടോർ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് ഗവൺമെൻറ്. പക്ഷേ ആ പാടശേഖര കമ്മിറ്റികൾ അതിനൊരു ഫോളോ അപ്പ് ഇല്ലാത്തതിൻ്റെ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. അവിടുത്തെ മാമ്പള്ളി പടവിൻ്റെ ഇപ്പോൾ ഇവിടെ കരാഞ്ചിറ പടവാണ്. കഴിഞ്ഞ വർഷം കൃഷി പണിതാണ്, നമ്മളിവിടെ നിർബന്ധിച്ച് പണിതിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്രാവശ്യം അവർ മുൻപത്തെ കമ്മിറ്റിക്കാരുടെ ഭാഗത്തുനിന്ന് ചില വീഴ്ചകൾ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ അങ്ങനെ അത് കൃഷി ഇപ്രാവശ്യം ചെയ്യാതെ ഇരുന്ന ഒരു വിഷയമുണ്ട്. ഞങ്ങളത് ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 2 ദിവസം മുൻപാണ് യോഗം ചേർന്നത്. നമ്മുടെ ചാഴൂർ പഞ്ചായത്ത് തരിശുരഹിത പഞ്ചായത്തിന് വേണ്ടത് കൃഷി ഭൂമി എല്ലാം കാർഷിക യോഗ്യമാക്കണം
എന്ന രീതിയിൽ തന്നെ തീരുമാനമെടുത്തൊരു പ്രത്യേക യോഗം തന്നെ നമ്മൾ ചേർന്നിട്ടുണ്ട്. അതിനുവേണ്ടി ഈ വർഷത്തിൽ പുതിയ വർഷത്തിലുള്ള ഫണ്ടും ഞങ്ങൾ വകയിരുത്തിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും കാരണവശാൽ നേരിട്ട് അവർ ആ പാഠശാല കമ്മിറ്റി പണിയില്ലെങ്കിൽ അത് ഏറ്റെടുത്ത് പണിയുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മൾ പഞ്ചായത്ത് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ആ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും എന്ന കാര്യത്തിലും അത് ഉറപ്പ് പറയുകയാണ്. വേറെ കുടുംബശ്രീയുടെ തൊഴിൽ പരിശീലന കേന്ദ്രം അടക്കം വിപണന കേന്ദ്രം അവിടെ ഒരു 15-ാം വാർഡിൽ ഒരു വിപണന കേന്ദ്രം ഉണ്ടായിരുന്നു. അവിടെ ഒരു യൂണിറ്റ് യൂണിറ്റ് പ്രവർത്തിച്ചിരുന്നതാണ്, ഇടക്കാലം വെച്ച് നിർത്തി പോയതാണ്. അതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് വീണ്ടും അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ ശ്രമങ്ങളാണ് നടക്കുന്നത്. പിന്നെ 5-ാം വാർഡിലുള്ള അവിടെ നമ്മളൊരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു വനിതകൾക്ക് വേണ്ടിയുള്ള ഒരു ജിമ്മിന് വേണ്ടിയുള്ള സാധനങ്ങൾ, വനിതാ ജിം സൗകര്യങ്ങൾ, അതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ആയിട്ടുണ്ട്. അത് ഈ അടുത്ത സമയം തന്നെ അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതോടൊപ്പം ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ചാഴൂർ പഞ്ചായത്തിൽ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ കോമ്പൗണ്ടിൽ അതിൻ്റെ ഓപ്പൺ ജിമ്മ് അത് ഈ അടുത്ത ദിവസം തന്നെ അതിൻ്റെ ഇൻസ്റ്റാൾ ചെയ്യും. മറ്റ് സാധനങ്ങൾ കൊണ്ട് ഓപ്പൺ ജിമ്മിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ വർഷത്തിൽ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി തന്നെ ചാഴൂർ പഞ്ചായത്തിൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുകളിലുള്ള ആ ഹാളിൽ ഒരു ജിമ്മിന് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ജിമ്മിന് വേണ്ടി ഉള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യാൻ പോവുകയാണ്. വാട്ടർ കിയോസ്കുകൾ നമ്മൾ നേരത്തെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മിനി മാസ്റ്റ് ലൈറ്റ്, ഹൈ മാസ്റ്റ് ലൈറ്റുകളൊക്കെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. 5 ലൈറ്റ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ള മിനി മാസ്റ്റ് ലൈറ്റ് SC കോളനികളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ വർഷത്തിൽ തന്നെ ഒരു കിയോസ്ക് 2 കൂടി വെക്കാൻ പോകുന്നുണ്ട്. ഒന്ന് ആലപ്പാട് ഹോസ്പിറ്റലും. അത് നമ്മുടെ ചില പദ്ധതികളിൽ ചില ഭേദഗതികളൊക്കെ ചില അവസാന ഘട്ടത്തിൽ ചെയ്യാൻ ചില പ്രയാസമുള്ള പദ്ധതികൾ വരുമ്പോൾ ആ ഘട്ടത്തിൽ നമ്മൾ മാറ്റം വരുത്തിയിട്ട് അതിൻ്റെ റിവിഷൻ അംഗീകാരമൊക്കെ തന്നെ കിട്ടിയിട്ടുള്ളതാണ്. 2 കിയോസ്കുകൾ കൂടി വയ്ക്കും. ഒന്ന് ആലപ്പാട് ഹോസ്പിറ്റലും പിന്നെ ഒന്ന് നമ്മുടെ പഞ്ചായത്തിനോട് ചേർന്നിട്ട് വില്ലേജിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ചിറക്കലുള്ള GLP സ്കൂളിൽ അത് ചെയ്യും എന്നുള്ളതാണ്. അതുമായിട്ട് തുമ്പൂർമൊഴി മോഡലിൻ്റെ ആലപ്പാട് സ്കൂളിൽ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഹാളിൽ, ചാഴൂരിലുള്ള കമ്മ്യൂണിറ്റി ഹാളിൽ അതിൻ്റെ സ്ഥലമൊക്കെ തന്നെ നോക്കി വെച്ചിട്ടുണ്ട്. ആ പണി നടക്കും. പിന്നെ മറ്റൊരു കാര്യം പറയാൻ, ടൂറിസത്തിന് വേണ്ടി തന്നെ ഗവൺമെൻറ് ഇപ്പോൾ MLA മുഖേന അനുവദിച്ചിട്ട് 2 കോടി രൂപയുണ്ട്. ആ 2 കോടി രൂപ പുള്ളിലെ താമരക്കുളത്തിൻ്റെ ഭാഗത്താണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ആ 2 കോടി രൂപ എസ്റ്റിമേറ്റൊക്കെ തയ്യാറാക്കി ഗവൺമെൻറ്റിലേക്ക് PWD ആണ് അതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി. അതുകൊണ്ട് തന്നെ അതും 2 കോടി രൂപയുണ്ട്. അവിടെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇതിനിടയ്ക്ക് നടക്കും. പിന്നെ നമ്മൾ ബസ് ഷെൽട്ടറുകൾ ഒരു 5 ഷെൽട്ടറുകൾ ഇതിനിടയ്ക്ക് നമ്മുടെ പഞ്ചായത്തിനകത്ത് നമ്മുടെ MLA മുഖേന ചെയ്തിട്ടുണ്ട്. ഈ കളിസ്ഥലത്തിൻ്റെ വിഷയമുണ്ട്. വളരെ ഗൗരവമായിട്ട് തന്നെയാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. കളിസ്ഥലത്തിന് വേണ്ടി കഴിഞ്ഞ വർഷത്തിൽ ഫണ്ട് വെച്ചിരുന്നു. കളിസ്ഥലത്തിന് വേണ്ടി ഒരു ഏക്കറെങ്കിലും, ഒരു 7s ഫുട്ബോളിന് കളിക്കുന്ന ഒരു ഏക്കർ സ്ഥലമെങ്കിലും വേണം. നല്ലൊരു സ്ഥലം കിട്ടണമെങ്കിൽ തന്നെ വലിയൊരു സംഖ്യ വേണം. ഇവിടെ സൂചിപ്പിച്ചു സ്ഥലപരിമിതിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് സ്ഥലങ്ങൾ ധാരാളം പഞ്ചായത്തിലുണ്ട്, അത് വേണ്ട വിധം ഉപയോഗിക്കുന്നില്ല അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. വളരെ ചെറിയൊരു സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഇവിടെ പറയുന്ന ഈ സബ് സെൻറ്റർ പണിയുന്നതിന് വേണ്ടിയുള്ള ചെറിയ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. അത് വേണമെങ്കിൽ ഒരു 5-6 സെൻറ്റ് സ്ഥലം മാത്രമേ അതിൽ കാണുള്ളൂ. അല്ലാണ്ട് കളിസ്ഥലത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങളല്ല. അത് സബ് സെൻറ്റർ സ്ഥാപിക്കാൻ വേണ്ടി ഞങ്ങളത് ഒരു ഫണ്ട് പരമാവധി MLAയോ മറ്റേ ഏജൻസികൾ മുഖേന സ്വീകരിച്ച് അതൊരു സബ് സെൻറ്റർ പണിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. കളിസ്ഥലത്തിൻ്റെ വിഷയം ഇതാണ്. വലിയ ഫണ്ട് വേണ്ടി വരുന്നതാണ്. ഒരു 2 കോടി രൂപയെങ്കിലും കുറഞ്ഞതിന് വേണ്ടി വരും. ചാഴൂർ പഞ്ചായത്തിൻ്റെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചാണ്, വരുമാനം എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങുകളാണ്, അല്ല വലിയ ഇൻഡസ്ട്രിയുള്ള മേഖലയൊന്നുമല്ല നമ്മുടെ ചാഴൂർ പഞ്ചായത്ത്. അപ്പോൾ അതുകൊണ്ട് ലഭിക്കുന്ന ഫണ്ട് എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റും മറ്റേ അതുപോലെ തന്നെ കുടിവെള്ളത്തിനും ഒക്കെ തന്നെ കൊടുക്കുന്നതിന് വേണ്ടി തന്നെ ഏറെക്കുറെ അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത്. എന്തായാലും കളിസ്ഥലത്തിന് ഞങ്ങളത് ഉപേക്ഷിച്ചിട്ടുള്ളതല്ല. നമ്മൾ വേറെ പല രീതിയിലും ശ്രമിക്കുന്നുണ്ട്. ഇത് വായ്പ എടുക്കാൻ വേണ്ടി പഞ്ചായത്തിൻ്റെ ഇപ്രാവശ്യം ഫണ്ട് വെച്ചിട്ടുണ്ട്. 1 കോടി രൂപ, ഒരു 70 ലക്ഷം രൂപ പഞ്ചായത്തിൻ്റെയും മറ്റ് രീതിയിൽ വിവിധ തരത്തിൽ നമ്മൾ ഒരു ഫണ്ട് ശേഖരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഞങ്ങളത് ഉപേക്ഷിക്കുന്നതല്ല. കളിസ്ഥലം വേണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനു വേണ്ടി തന്നെ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ കിട്ടാൻ വേണ്ടി ശ്രമം നടക്കണം. അതിന് ഗവൺമെൻറ് പ്രത്യേക അംഗീകാരം കൂടി ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. ആ കാര്യങ്ങളും ഞങ്ങൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ മാലിന്യ സംസ്കരണത്തിൽ മുൻപന്തിയിലാണെന്ന് പറയുന്നത്. അപ്പോൾ പോലും പ്രധാന ഒരു ആരോപണം ഉയർന്നു വന്നത് മാലിന്യ സംസ്കരണത്തിന് പ്രത്യേക പദ്ധതികളില്ല, ഫണ്ടില്ല എന്നുള്ളൊരു ആരോപണം. ഒരിക്കലും അത് ഒരു ശരിയല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മിനി MCFകൾ സ്ഥാപിക്കാനുള്ള ഫണ്ടും അത് പണി തുടങ്ങിയിട്ടുണ്ടെന്ന്. മിനി MCF മറ്റേ വാർഡുകളിൽ ഇത് തന്നെയാണ് മാലിന്യ സംസ്കരണത്തിൽ ബോട്ടിൽ ബൂത്തുകൾ 20 സ്ഥലത്ത് അത് അതിൻ്റെ ഒരു കരാറുകാരെടുത്ത് അതിൻ്റെ പണി തുടങ്ങിയിട്ടുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആലപ്പാട് സെൻറ്ററിൽ അത് വെച്ച് കാണാം. ഉള്ളിൽ ഈ പറഞ്ഞ ടൂറിസം കേന്ദ്രത്തിലും ഇതുപോലെ തന്നെ അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത്
തുടർന്ന് ഈ സമയങ്ങളിലൊക്കെ തന്നെ വയ്ക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെയാണെങ്കിലും നല്ല സംവിധാനം തന്നെയാണ് ഇവിടെയുള്ളത്. MCF ഇവിടെ പഞ്ചായത്തിൻ്റെ ഒരു MCF സ്ഥലമുണ്ട്. അവിടെ നിന്ന് നമ്മൾ ശേഖരിച്ച് തരംതിരിച്ച് അത് കൊടുക്കുന്ന ഇത് നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ ശുചിത്വത്തിൻ്റെ ഭാഗമായി തന്നെ ഒരു HIനെ തന്നെ നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഒരു നിയമനം നടത്തിയിട്ടുണ്ട് HI. അതോടൊപ്പം തന്നെ നമ്മൾ ഈ എവിടെയാണോ മാലിന്യങ്ങളുള്ളത് അത് നീക്കം ചെയ്യാൻ ആവശ്യമായ വിധത്തിലുള്ള കുറച്ച് തൊഴിലാളികളെ കൂടി നമ്മളിപ്പോൾ വയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മാസത്തിൽ തന്നെ ആ തൊഴിലാളികളെ കൂടി വെച്ചിട്ട് ക്ലീൻ ആയിട്ട് തന്നെ മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മറുപടി അല്ലെങ്കിൽ ഒരു തൊഴിലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് തൊഴിലുറപ്പ് കാര്യം നേരത്തെ പ്രസിഡന്റ് പറഞ്ഞു. എന്നാൽ പോലും അദ്ദേഹം പറയുന്നത് മെറ്റീരിയൽ വർക്കുകളിൽ തൊഴിലുറപ്പുകാർക്ക് വേണ്ട വിധത്തിലുള്ള തൊഴിൽ കിട്ടുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ്. ഇപ്പോൾ എന്താ വെച്ചാൽ പഴയതുപോലെ തൊഴിലാളികൾ തന്നെ ഒരു കുറഞ്ഞു വരുന്നുണ്ട്. പഴയതുപോലെ അല്ല, അല്പം കുറവ് വന്നിട്ടുണ്ട്. പിന്നെ മെറ്റീരിയൽ വർക്കിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. മെറ്റീരിയൽ വർക്ക് ചെയ്യാൻ വേണ്ടി കരാറുകാർ ഈ ഫണ്ട് ലഭിക്കുന്നത് വളരെ വൈകിട്ടാണ്. അതുകൊണ്ട് തന്നെ കരാറുകാർ അതിന് മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന വിഷയം. അത് നമ്മുടെ പഞ്ചായത്തിൻ്റെ കുറ്റമല്ല, അത് ഗവൺമെൻറ് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ ഫണ്ട് യഥാസമയം കിട്ടുമ്പോഴാണ് ഈ കാര്യങ്ങൾ നടക്കുള്ളൂ. ആകെ 2, 3 അല്ലെങ്കിൽ 4, 5 മാസം കഴിഞ്ഞിട്ട് കിട്ടുന്ന തൊഴിലാളികൾക്ക് കിട്ടുന്ന വേതനം അതൊക്കെ തന്നെ പണി കഴിഞ്ഞിട്ട് എത്രയും സമയം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഈ മെറ്റീരിയൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി അങ്ങനെ ഇത് മുന്നോട്ട് വരാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത്, കരാറുകാർ വരാത്തതിൻ്റെ കാരണം ഈ പണം വൈകിട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഈ വർഷം നമുക്കത് 27 വർക്കുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പണി ഏറെക്കുറെ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല 4, 5, 6 വർക്കുകൾ ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ തന്നെ ഈ കഴിഞ്ഞ 1,32 ലക്ഷം രൂപയുടെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ, മെറ്റീരിയൽ വർക്കുകൾ. അതും എന്തായാലും ആയിക്കഴിഞ്ഞാൽ റോഡുകളുടെ കാര്യം ഞാനും സൂചിപ്പിച്ചതാണ്. റോഡുകൾ നേരത്തെ പൈപ്പിടാൻ വേണ്ടി പൊളിച്ചിരുന്നു. അപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് നമ്മൾ പരിഹരിച്ച് വരികയാണ്. ഇപ്പം നിങ്ങൾ ഈ പഞ്ചായത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ പ്രശ്നങ്ങളും പരിഹരിച്ചതായിട്ട് കാണാൻ വേണ്ടി കഴിയും. ഈ മഴക്കാലത്ത് വെള്ളക്കെട്ടുകൾ, പ്രത്യേകിച്ച് വർഷക്കാലത്തടക്കം വെള്ളക്കെട്ടുകൾ നിരന്തരമായിട്ടുള്ള പഞ്ചായത്ത്, നേരത്തെ അദ്ദേഹം പറയുന്ന പോലെ തന്നെ ഒരു മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞാൽ ചാഴൂർ മേഖലയിലെ പല കുടുംബങ്ങളും ക്യാമ്പിൽ പോകേണ്ട ഒരു അവസ്ഥ, അത്തരമൊരു ദുരവസ്ഥ. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം താഴ്ന്ന സ്ഥലമാണ്. ഒക്കെ നീർത്തടങ്ങളും മറ്റൊക്കെ തന്നെ ആയിരുന്നു ഒരു ഘട്ടത്തിൽ. ഇവിടെ പലരും വീട് വയ്ക്കാൻ വേറെ മാർഗ്ഗമില്ല, പലരും ഭൂമി നികത്തി അങ്ങനെ വീട് വെച്ചിട്ടുള്ള ആളുകളുണ്ട്. അതിന് സ്വാഭാവികമായും വെള്ളം നിൽക്കാനുള്ള സ്ഥലത്തിന് സ്പേസ് കുറഞ്ഞു കഴിഞ്ഞു. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറുന്ന സ്ഥിതിയുണ്ട്. സ്വാഭാവികമായിട്ടും വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന, വലിയ വിശാലമായി ഒഴുകിക്കൊണ്ടിരുന്ന ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ വീട് വയ്ക്കലും മണ്ണിട്ട് നികത്തലും മറ്റൊക്കെ നടന്നു. ഗവൺമെൻറ് ഇപ്പോൾ കൊണ്ടുവന്ന ഈ നീർത്തട നിയമം തന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ് കുറേയും കൂടി നമുക്ക് പ്രശ്നങ്ങൾ ഇപ്പോൾ നിയന്ത്രിക്കാൻ വേണ്ടി കഴിയുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളും നികന്നു പോകും. അപ്പോൾ വെള്ളം നിൽക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലങ്ങൾ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ ചാഴൂർ പഞ്ചായത്തുകാരെ പ്രത്യേകിച്ചും താഴ്ന്ന സ്ഥലങ്ങൾ തന്നെയാണ്, കൃഷി നിലങ്ങളാണ്. അപ്പോൾ അതിൽ പലരും ഈ പറഞ്ഞ പോലെ തന്നെ വീട് വയ്ക്കാൻ വേറെ മാർഗ്ഗമില്ല. ആളുകൾ സ്ഥലം കുറഞ്ഞ വിലയ്ക്ക് കിട്ടി, അത് മേടിച്ചു വെച്ചു എന്നുള്ളൂ. അപ്പോൾ ഈ നിയന്ത്രണങ്ങൾ ഉള്ളത് കൊണ്ട് ഒരു പരിധി വരെ ഇപ്പോൾ പ്രശ്നങ്ങൾ കുറേ ആയി വരികയാണ്. പക്ഷേ കാനകൾ വരെ പലരും കയ്യേറി അതൊക്കെ ചെയ്തു വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ നമ്മൾ കുറേ പരിഹരിച്ച് വരികയാണ്. ഈ വെള്ളക്കെട്ടിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എനിക്ക് തോന്നുന്നു ചിറക്കൽ ഹെർബർട്ട് കനാൽ സ്ലൂയിസ് തള്ളിപ്പോകുന്നത് ഒരു വലിയ കാരണമല്ല. ഇപ്പോൾ തന്നെ ഈ സമീപകാലത്തടക്കം വലിയ വിഷയമായതും അത് തള്ളിപ്പോകുന്നവരെ സംബന്ധിച്ച പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് പഞ്ചായത്തിൻ്റെ ഒരു ഇടപെടൽ എത്രത്തോളം? നമ്മൾ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തിൽ തന്നെ അവിടെ പ്രശ്നം ഉണ്ടായിരുന്നു, ഹെർബർട്ട് കനാലിൽ പ്രശ്നം ഉണ്ടായിരുന്നു. അത് വന്നപ്പോൾ തന്നെ നമ്മളത് നിലവിലുണ്ടായിരുന്ന പഴയതായിട്ടാണ് ആ സ്ലൂയിസ് ഉണ്ടായിരുന്നത്. അത് പൊട്ടി, സ്വാഭാവിക കുറേ പഴക്കമുള്ളതാണ്. അത് നമ്മൾ പരിഹരിച്ചു. പിന്നീട് അത് പഞ്ചായത്തിൻ്റെ ഫണ്ടുകൾ കൂടിയിട്ടാണ്, 3-4 പഞ്ചായത്തുകൾ കൂടിയ ഫണ്ട് കൊടുത്തിട്ടാണ് ഇപ്പോൾ അത് നിർമ്മിച്ചത്. ഇറിഗേഷൻ അല്ല നിർമ്മിച്ചത്, താൽക്കാലികമായിട്ട് ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഗവൺമെൻറ്റും ശാശ്വതമായിട്ട് ഫണ്ട് ഉണ്ടാക്കിയിട്ട് അതിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ തന്നെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിശക്തമായിട്ട് മഴ പെയ്യുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതൊന്നും ഇതൊരു പഞ്ചായത്തിൻ്റെ ഒരു വീഴ്ച മാത്രമല്ല, അത് പൊതുവായിട്ടുണ്ടാകുന്ന വിഷയങ്ങൾ തന്നെയാണ്. അത് വെള്ളം കൃത്യമായി ഒഴുകിപ്പോകുന്നതിലുണ്ടാകുന്ന പല തടസ്സങ്ങളും. ഇപ്പോൾ ചണ്ടിയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ചണ്ടിയും ഇതുപോലെ തന്നെ എല്ലാ ചാലുകളിലും ചണ്ടി ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വെള്ളം ഒഴുക്കിൻ്റെ തടസ്സം ഉണ്ടാകാറുണ്ട്. അത് പരിഹരിച്ചും. പിന്നെ ഈ പറഞ്ഞ പോലെ കാഞ്ഞാണി ആ ഭാഗത്ത് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവിടെയും നമ്മൾ കഴിഞ്ഞ ഈ വെള്ളം വന്ന സമയത്ത് അവിടെ പോയിട്ട് തന്നെ നമ്മൾ തുറന്നിട്ട്
സ്വാഭാവികമായും വെള്ളത്തിൻ്റെ ഒഴുക്കിന് തടസ്സമില്ലാത്ത വിധത്തിൽ ആ സമയത്ത് യഥാസമയം നമ്മൾ ഇടപെട്ടുകൊണ്ടാണ് അത് പ്രശ്നങ്ങൾ പരിഹരിച്ചു വരുന്നത്. ഈ ചാലപ്പാട് എടപ്പറമ്പൻ കുളത്തിനെ സംബന്ധിച്ച് നീന്തൽ പരിശീലന കേന്ദ്രം പോലെ തന്നെ സ്ഥാപിച്ച് വലിയ ഫണ്ടിറക്കി ചെയ്തൊരു പദ്ധതിയല്ലേ, അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? അത് കുളം കെട്ടി അതിൻ്റെ സംരക്ഷിച്ചിട്ടുണ്ട്. അത് പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ നീന്തൽ പരിശീലനത്തിന് വേണ്ടിയുള്ള അതിന് കഴിയുന്നതല്ല, ചെറിയ കുട്ടികളെയാണ് അവിടെ നമ്മളിപ്പോൾ നീന്തൽ പരിശീലനത്തിന് കൊണ്ടുപോകുന്നത്. അതിനുള്ള രീതിയിൽ അതിന് ഒരുക്കാൻ കുറച്ച് പ്രയാസങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ചെയ്തു വരുന്നത് നീന്തൽ പരിശീലനത്തിന് വേണ്ടിയുള്ള ഒന്നുകിൽ തൃശ്ശൂരിലുള്ള ഇവിടെ സ്പോർട്സിൻ്റെ കൗൺസിലിൻ്റെ നേതൃത്വത്തിലുള്ള അവിടെ കൊണ്ടുപോയിട്ടാണ് പരിശീലനം നടത്തുന്നത്, അല്ലെങ്കിൽ പിന്നെ മണപ്പുറത്തിൻ്റെ കുളത്തിലാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് വലിയ ആഴത്തിലുള്ള കുളത്തിൽ എന്തായാലും അങ്ങനെ നീന്തൽ പരിശീലനത്തിന് വേണ്ടി സൗകര്യം ഒരുക്കാൻ വേണ്ടി കഴിയില്ല. അതിന് പ്രത്യേകമായിട്ട് ചെയ്യണം. ഞങ്ങൾ ഇപ്രാവശ്യം ഒരു പദ്ധതി വെച്ചിട്ടുണ്ട്, ഒരു ചെറിയൊരു കുളമുണ്ട്, അതിന് കഴിയും എന്നുള്ള കാര്യം ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. അതിന് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. ഈ പുരപ്പുഴ സോളാർ പദ്ധതി പഞ്ചായത്തിൻ്റെ വലിയൊരു പദ്ധതിയായിരുന്നു, അതിപ്പോൾ വേണ്ട വിധത്തിൽ എത്തുന്നില്ല, അല്ലെ പദ്ധതി നടപ്പിലാകുന്നില്ല എന്നൊരു സോളാർ പദ്ധതി പുരപ്പുറ എല്ലാത്തിലും നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മളെ പഞ്ചായത്ത് തന്നെ പദ്ധതി ഉണ്ടാക്കിയിട്ട് നമ്മുടെ സോളാർ ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസിലെ സോളാർ ഇപ്പോൾ വയ്ക്കും, അനർട്ടായിട്ട് അഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഇവിടെ കഴിഞ്ഞ വട്ടത്തിൽ തന്നെ നമ്മുടെ ചിറക്കിലുള്ള ആയുർവേദ ഡിസ്പെൻസറിയിൽ ഒരു സോളാർ പാനൽ വെച്ചിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ഹാളിൽ വെക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടി കൂടിയുണ്ട്. അതും നമ്മൾ പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ തന്നെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഈ അടുത്ത ദിവസം ഒരു ക്യാമ്പ് ഇവരുടെ തന്നെ ഒരു സോളാറിൻ്റെ ഒരു കമ്പനി വന്ന് അതിൻ്റെ ഒരു ആളുകൾ ക്ഷണിച്ച അതിൻ്റെ കാര്യങ്ങൾ അവർ വിശദീകരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ടായിരുന്നു. പുരപ്പുറ സോളാർ അതിന് നമ്മൾ ഫണ്ട് പകർത്തിട്ട് എല്ലാ വീടുകൾക്കും കൊടുക്കാൻ വേണ്ടി സബ്സിഡി ഒന്നും കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇതുവരെ പദ്ധതി ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ എന്തായാലും പരമാവധി പൊതുസ്ഥാപനങ്ങളിലൊക്കെ തന്നെ സോളാർ പാനൽ വെക്കാൻ ആവശ്യമായ രീതിയിലുള്ള പദ്ധതികളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം പറയാൻ വിട്ടുപോയ 2 ക്യാമറകൾ ഞങ്ങൾ ഈ ശുചിത്വ ഇതിൻ്റെ ഭാഗമായിട്ട് 2 ക്യാമറകൾ വെക്കുന്നുണ്ട്. മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്നത് ആ സമയത്തൊക്കെ ആയതുകൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നില്ല. 2 ക്യാമറകൾ 5 ലക്ഷം രൂപ കൽട്രോണുമായിട്ടുള്ള ഒരു അഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പണി ആരംഭിച്ചിട്ട് കറണ്ടിന് കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ഗോകുലം സ്കൂളിൻ്റെ പരിസരത്താണ്, പിന്നെ ഒന്ന് ഈ കരാഞ്ചിറ ബണ്ട് റോഡിനോട് ചേർന്നുള്ള സ്ഥലത്താണ് 2 ക്യാമറ സ്ഥാപിക്കുന്നത്. അതും ഇപ്പോൾ തന്നെ നടക്കുന്നതാണ്. അതിൻ്റെ അഗ്രിമെൻറ്റും കുറച്ച് പൈസ നമ്മളവിടെ അഡ്വാൻസ് ചെയ്ത് കെട്ടി വെച്ചിട്ടുള്ളതും കൂടിയാണ്. കൽട്രോണായിട്ടാണ് കരാറ്. ഈ ഇബ്രാഹിം മെമ്പർ പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ട ഇപ്പം നമുക്ക് അറിയാം, ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂടി വരുന്നതാണ് നമ്മുടെ സംസ്ഥാനത്ത്. ഇപ്പോൾ പഞ്ചായത്തിൽ നിരവധി പേർ അങ്ങനെ വരുന്നുണ്ടെന്നും അവർക്ക് കൃത്യമായ വിവരശേഖരമില്ലെന്നും ഒക്കെയാണ് അത് ആരോപിക്കുന്നത്. അത്തരത്തിലൊരു ഉണ്ടാവണ്ടല്ലേ? നേരത്തെ നമ്മൾ മറ്റേ കോവിഡ് സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നമ്മൾ അന്ന് കളക്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. പിന്നെ പുതിയ ആളുകളൊക്കെ തന്നെ വരുന്നുണ്ട്. പുതിയ ആളുകൾ വരുമ്പോൾ അതിൻ്റെ വിവരശേഖരണത്തിന് വേണ്ടി അത് ഇനിയും നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതൊന്നും അല്ല, ഇപ്പം നേരത്തെയുള്ള ഒരു കണക്ക് അതിൻ്റെ വിവരങ്ങളൊക്കെ ഉണ്ട്, പഞ്ചായത്തിൻ്റെ കയ്യിലുണ്ട്. കോവിഡ് സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളതാണ്. നേരത്തെ ഒരു ദൂർത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്, അതായത് പഞ്ചായത്ത് ദൂർത്ത് ആരോപണം മെമ്പർ പറഞ്ഞ് അത്തരത്തിലുള്ള ദൂർത്തുണ്ടോ പഞ്ചായത്തിൽ? കാരണം ഇപ്പോൾ നമുക്കറിയാം, സംസ്ഥാനത്തടക്കം സാമ്പത്തിക പ്രതിസന്ധി വലിയ രീതിയിൽ പറയപ്പെടുന്നൊരു കാലത്ത് അത്തരത്തിലുള്ള പഞ്ചായത്തിൻ്റെ ദൂർത്ത് ഉണ്ടെന്ന് ഒരിക്കലും ഇല്ല. ഞാനതെന്താ പറഞ്ഞത് ഒന്നുകൂടി ഒന്നാവർത്തിച്ചാൽ കൊള്ളായിരുന്നു. മെമ്പർ എങ്ങനെയാണ് ആ ഫണ്ട് വിഹിതത്തിലടക്കം മറ്റു വകുപ്പുകളിലേക്ക് വകമാറ്റി ചെലവഴിച്ച് നടത്തുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വരുമാനം കുറഞ്ഞ പഞ്ചായത്ത് എന്നുള്ള സ്ഥിതിയിൽ അനാവശ്യമായി വെള്ളം കിട്ടാതെ നിൽക്കുന്ന സാഹചര്യം ഇന്നിപ്പോൾ 2023 ഏപ്രിലാന്ന് തോന്നുന്നു ഈ ചാർജ് കൂട്ടി 1213 രൂപ ഒരു പൊതു ടാപ്പിന് ചാർജ് വർദ്ധിപ്പിച്ചു. നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്ന 3,93,000 ചില്ലാൻ രൂപയാണ്. അതുകൂടാതെ ഇതൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മൾ പിന്നെയും ആൾക്കാർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി, ജനങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി 18 ലക്ഷം രൂപ ഈ കഴിഞ്ഞ അത് എല്ലാ വർഷവും ആവർത്തിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായോ? അപ്പോൾ ആ വിഷയങ്ങളൊക്കെ ഈ പറയുന്ന ജൽജീവനുമായി ബന്ധപ്പെട്ടിട്ടായാലും എന്തായാലും ഈ പ്ലാന്റിന്റെ പണി 2013 തുടങ്ങിയതാ. അതായത് പദ്ധതികൾ യഥാവിധം പൂർത്തീകരിച്ച് പഞ്ചായത്ത് വല്ലച്ചിറ പഞ്ചായത്ത് ഒരു പൊതു ടാപ്പ് പോലും ഇല്ല. ഇപ്പൊ ഈ ടാപ്പ് ഒഴിവാക്കുന്ന കാര്യങ്ങളിൽ എൻ്റെ വാർഡിൽ 2 പൊതു ടാപ്പുള്ളൂ, 2 ക്ഷേത്രങ്ങളുടെ മുന്നിൽ. ബാക്കിയെല്ലാം അവസാനിപ്പിച്ചു. കാരണം വീടുകളിലൊക്കെ കണക്ഷൻ ഉണ്ട്. പിന്നെ എന്തിനു നമ്മൾ പൊതു ടാപ്പ് വയ്ക്കണം? എല്ലാവർക്കും വീട്ടിലിരുന്ന് ടാപ്പ് തിരിച്ചാൽ വെള്ളം കിട്ടാവുന്ന ഒരു സാഹചര്യം നിലനിൽക്കെ പബ്ലിക് ടാപ്പുകൾ വെച്ച് അത് മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളില്ല. അങ്ങനെ വരുമ്പോൾ ഇത് ദൂർത്തല്ലേ?
ഈ പണം പോകുന്നത് മാസം മാസം പോകുന്ന കാശ് ഇത് നമ്മളെ വികസന പ്രവർത്തനങ്ങൾക്ക് വേറെ ഉപയോഗിച്ചുകൂടെ? അങ്ങനെ അത് എന്നപോലെ രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. പൊതു ടാപ്പുകളുടെ കാര്യത്തിൽ എല്ലാ ടാപ്പിലും എല്ലാ സമയവും വെള്ളം വരുന്നുണ്ടെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. കാരണം വെള്ളത്തിൻ്റെ ഉപയോഗം വർദ്ധിച്ചു, സ്വാഭാവികമായിട്ടും എല്ലാവരും ഇതിനെ ആശ്രയിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എല്ലാ മേഖലയിലേക്കും അങ്ങനെ എല്ലാ ടാപ്പുകളിലും വെള്ളം വരണമെന്നില്ല. ചെറിയ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളത് നേരെ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഈ പൈസ നമുക്ക് ടാപ്പിൽ നിലവിൽ ഉള്ള ടാപ്പ് പെട്ടെന്ന് ഒഴിവാക്കിക്കൊണ്ട് അത് ഈ പൈസ അടയ്ക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിന് നഷ്ടം വരുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി കഴിയുന്നതല്ല. ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഇപ്പോഴാണ് കൂടുതലായിട്ട് മറ്റേ കണക്ഷൻ വീടുകളിലേക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വീടുകളിലേക്ക് വെള്ളം കിട്ടുന്ന ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ടാപ്പുകൾ കട്ട് ചെയ്യാൻ വേണ്ടി കഴിയും. അതല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്നും അതുപോലെ വലിയ എതിർപ്പുണ്ടാവും. ഓക്കെ, ശരി. മെമ്പർ വേഗം സമയപരിമിതി ഉള്ളതുകൊണ്ട് വളരെ വേഗം രണ്ട് വിഷയം കൂടി പറയാം പെട്ടെന്ന്. നമ്മൾ ഈ ചാഴൂർ പഞ്ചായത്തിലെ കർഷകരെ നമ്മൾ നന്നായി ശ്രദ്ധിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയാനുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുക. 2019-20 15 ലക്ഷം രൂപ കർഷകർക്കായി ഏക്കറയ്ക്ക് 400 രൂപ വെച്ച് കൊടുക്കുന്ന പ്രൊഡക്ഷൻ ബോണസ് 15 ലക്ഷം രൂപ പഞ്ചായത്തിൽ വന്ന് ആ വന്ന ഫണ്ട് നേരെ തിരിച്ചു പോവുക ചെയ്തത്. അത് കർഷകരിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചില്ല പഞ്ചായത്തിന്. അപ്പോൾ കർഷകരെ സഹായിക്കുകയാണോ? ആ പൈസ ഇന്നേവരെയും കിട്ടിയിട്ടില്ല, പോയ കാശ് ഇന്നേവരെയും കിട്ടിയിട്ടില്ല. അതിന് മറുപടി പ്രൊഡക്ഷൻ ബോണസ് എന്നതുപോലെ രണ്ട് വിഷയം കൂടി പറയാം. വളരെ വേഗം നമ്മളെയൊക്കെ ബാധിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് മുനയം ഫണ്ട്. ഈ മുനയം ഫണ്ട് കനോലി കനാലിൽ നിന്നും വരുന്ന ഉപ്പുവെള്ളത്തിനെ തടയാൻ വേണ്ടിയിട്ടാണ് കൃഷിക്കും കുടിവെള്ളത്തിനുമുള്ള ആ അതിൽ ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുനയം ഫണ്ട് സ്ഥാപിക്കുന്നത്. 12-13 ഗീതാ ഗോപി MLA ആയിരിക്കുന്ന കാലത്തും ഇരിഞ്ഞാലൂടെ MLA ഉണ്ണിയാടനും അവർ അപ്പുറം ഇപ്പുറം സമരം ചെയ്തവരാണ്. അന്ന് 21 ലക്ഷം എത്രയാണ്ടാണ് 35 ലക്ഷം രൂപയാണ് ഫണ്ട് നിർമ്മിക്കാനായിട്ട് പോകുന്നത്. ഇന്ന് എത്ര ലക്ഷമാണെന്ന് എനിക്കറിയില്ല, നല്ല വർധനവുണ്ട്. അത് കഴിഞ്ഞാൽ ഈ വെച്ച കാശിന് മേലെ 10% എബോവും വെച്ച് കൊടുത്തിട്ടാണ് പണി ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വർഷവും അത് ചെയ്തുകൊണ്ടിരിക്കുക. 3 മീറ്ററിൽ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി 21 കോടി രൂപ അതിന് നിർമ്മിക്കാൻ വേണ്ടി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 7 മീറ്ററാക്കി. ഈ സാധനം ഇപ്പോൾ അത് കാണാനേ ഇല്ല, അതിൻ്റെ സംസാരേ ഇല്ല. എത്ര നമ്മളെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററായിരുന്ന സുനിൽകുമാർ സാർ അതിനുശേഷം വന്നു, അതിനുശേഷം ഇപ്പോഴത്തെ MLA ഉണ്ട്. ഇവരെന്തുകൊണ്ട് അത് ഇടപെടുന്നില്ല? ഇവിടെ ഉപ്പുവെള്ളം കയറിയിട്ട് കോലത്തും കടവിലും പമ്പ് ഹൗസിലും വില്ലിക്കലും ഉപ്പുവെള്ളം കയറി മാസങ്ങളോളം ഈ കുടിവെള്ളം കൊടുക്കാനായിട്ട് സാധിക്കാത്ത സാഹചര്യം ഉണ്ടായി. ഈ പഞ്ചായത്തിൽ ആർക്കും കുടിവെള്ളം കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നതുപോലെ ഈ പറയുന്ന ചിറക്കത്തോട് കരൂപ്പാടം പ്രദേശം മാട്ടുമ്മൽ പ്രദേശത്തേക്ക് വരുന്ന ഈ ചിറക്കത്തോട് കൂടെ കരുവന്നൂർ പുഴയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം അവിടെ തടുക്കാൻ വേണ്ടി പടൂക്കടവിൽ ഒരു പാലം, ഒരു ഷട്ടർ ഇറിഗേഷൻ്റെ വെച്ചിട്ടുണ്ട്. ആ ഷട്ടറിന് പലക പോലുമില്ല. ആ വെള്ളം അവിടെ തടഞ്ഞു നിർത്തുകയാണെങ്കിൽ ഈ പറയുന്ന ജനങ്ങളുടെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വെള്ളത്തിൻ്റെ അതിപ്രസരം ഉണ്ടാവില്ല. അപ്പോൾ അതിനിപ്പോൾ ഫൈബർ ഷട്ടറുകൾ സ്ഥാപിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സംവിധാനം ഇവിടേക്ക് കൊണ്ടുവന്നിട്ടില്ല. അത് കൊണ്ടുവരണം. ഇനി വർഷക്കാലം വരാനാ പോകുന്നത്. എന്തായാലും ഈ ഇറിഗേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചിലതൊക്കെ തന്നെ പറയുന്നത്. ഈ മുനയം ഫണ്ടിൻ്റെ കാര്യമൊക്കെ തന്നെ ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങളും ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ശാശ്വതമായിട്ട് പരിഹാരം ഉണ്ടാകണം എന്ന കാര്യത്തിലൊന്നും സംശയമില്ല. ആ കാര്യത്തിൽ ഞങ്ങളും ആ ഒരു നിലപാടിൽ തന്നെയാണ്. അത് എല്ലാ വർഷവും താൽക്കാലികമായി കിട്ടി വലിയൊരു ഫണ്ട് നഷ്ടപ്പെടുന്നതിന് പകരം ശാശ്വതമായിട്ട് അവിടെ സ്ഥിരമായിട്ട് പെർമനൻറ്റ് സംവിധാനം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞ മറ്റേ ബോണസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഈ ഭരണകാലങ്ങളിലെ കാര്യങ്ങളല്ല, അത് പരിശോധിച്ചിട്ട് പറയേണ്ട കാര്യമാണ്. അതിപ്പോൾ എന്താണ് ഇപ്പോൾ ഈ പറഞ്ഞത് എനിക്ക് അറിയില്ല. ഈ ഭരണകാലങ്ങളിൽ അത്തരത്തിലൊരു വിഷയം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു കുറവും ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. പഞ്ചായത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ യഥാസമയം കാർഷിക മേഖലയിൽ തീർച്ചയായും നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിച്ചു വരുന്നതും ചെയ്തു വരുന്നതാണ്.
ഓക്കെ, എന്തായാലും സമയപരിമിതികൾ ഉള്ളത് കൊണ്ട് തന്നെ ചാഴിയൂർ പഞ്ചായത്തിൻ്റെ ചില വികസന നേട്ടങ്ങളും ഒപ്പം തന്നെ ചില ആക്ഷേപങ്ങളും ചില പോരായ്മകളും ഒക്കെ പ്രസിഡന്റ് അടക്കമുള്ളവർ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. ചർച്ചകൾ ഇങ്ങനെ ഇതിലൊന്നും തീരുന്നതല്ല ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ച്. എന്തായാലും നമ്മുടെ ചെറിയ സമയപരിമിതിക്കുള്ളിൽ സമഗ്രമായി തന്നെ പഞ്ചായത്തിനെ പരിചയപ്പെടുത്തി എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. എന്തായാലും ഈ സമയം നമ്മോടൊപ്പം സഹകരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് ഒപ്പം തന്നെ പഞ്ചായത്ത് അംഗം PK ഇബ്രാഹിം എന്നിവരോടുള്ള പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. മറ്റൊരു പഞ്ചായത്തിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.